പരിശുദ്ധ കുർബാനയില് അങ്ങയുടെ സാന്നിധ്യത്തെ ഈ ആരാധനയില് എല്ലാ മക്കൾക്കും വെളിപ്പെടുത്തണമേ. പ്രത്യേകിച്ച് വലിയ ഹൃദയഭാരത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ കണ്ണീർ വാർത്ത് എത്തിയിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധമേ ദൈവമാതാവേ ഇപ്പോഴ് ഈ നിമിഷം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പരിശുദ്ധ കുർബാനയോട് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ തമ്പുരാനോട് മധ്യസ്ഥ വഹിക്കണമേ. കണ്ണീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും എന്നരുളി ചെയ്ത ദൈവത്തിന്റെ വാഗ്ദാനം സൗഖ്യമായി കടങ്ങളുടെ സമാശ്വാസമായി ജീവിതത്തിലെ സ്വസ്ഥതയും സുരക്ഷിതവുമായി സർവോപരി അമ്മ അനുഭവിച്ച അതേ ക്രിസ്തു അനുഭവം ഞങ്ങൾക്കും അവകാശമാകാൻ ഈ ആരാധനയുടെ നിമിഷം ഓ ദൈവമേ അഭിഷേകമായി അറിവായി അനുഭവമായി ഞങ്ങളിൽ നിറയണമേ. ഓ ദൈവമേ അറിവായി അഭിഷേകമായി അനുഭവമായി ഞങ്ങൾ നിറയണമേ. അടയാളങ്ങൾ ലഭിക്കട്ടെ. അങ്ങയുടെ സാന്നിധ്യം അറിയട്ടെ. ദൈവജനം ഉണരട്ടെ. ഭൂമിയുടെ അതിർത്തികൾ വരെ ക്രിസ്തുവിന്റെ മഹത്വം പ്രകടമാകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഒരുമിച്ച് പാടാം. ശ്രുതികട്ടെ ഹല്ലേലൂയ, ശ്രുതികട്ടെ ഹല്ലേലൂയ. സന്തോഷമേ ഒരുമിച്ച് എല്ലാവരും പൂർണ്ണതേ സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതേ സന്തോഷമേ. ഒരുമിച്ച് ഒരിക്കൽ കൂടി ആനന്ദത്തിൻ പൂർണ്ണതേ സന്തോഷമേ. നിമിഷം കൈകൾ കൂപ്പി കണ്ണുകളടച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവസാന്നിധ്യത്തിൽ വാക്കുകൊണ്ടും ശക്തി കൊണ്ടും നിറയുന്ന സമയമാണ്. വാക്ക് അറിവും ശക്തി അനുഭവവുമാണ്. വാക്ക് അറിവും ശക്തി അനുഭവവുമാണ്. കർത്താവിൻ്റെ വാക്കുകൾ ഞങ്ങളോട് പകർന്നു തരാൻ ദൈവജനം മൗനമായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കണ്ണുകളടച്ച് ഹൃദയത്തിൽ കൈകൾ വെച്ച് ആർദ്രതയോടെ കർത്താവിൻ്റെ വാക്കുകൾക്ക് വേണ്ടി യാചിക്കുക. പൂർണ്ണതയെ ഒരുമിച്ച് പാടാം. സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതേ
സ്വരത്തിലെ ആനന്ദത്തെ പൂർണ്ണതയെ സന്തോഷമേ. ആരാധന ഈശോ എന്ന് വിളിക്കുക. ഈശോ ഈശോ എന്ന് വിളിക്കട്ടെ. ഈശോ ആനന്ദത്തിൻ ഈശോ ഈശോ ആനന്ദത്തിൻ ആരാധന എന്ന് വിളിക്കട്ടെ. ആരാധന ഈശോ ക്രൂശിക്കപ്പെട്ടവനെ മുറിവെച്ചവനെ മക്കളുടെ ചുടിയവനെ ഇതിന്റെ വിശുദ്ധമായ രക്തത്താൽ അങ്ങയുടെ മക്കളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. കർത്താവിന്റെ രക്തം എല്ലാ മക്കളിലേക്കും വീശട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവ ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. പൂർണ്ണതയെ
ദിവ്യകാരുണ്യത്തിന് ആരാധന. ഒരുമിച്ച് പാടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് 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 ആരാധന. കഴുത്ത് മുതൽ നെഞ്ചു മുതൽ മേലോട്ട് കഴുത്തിലേക്ക് തൈറോയിഡുകൾ, ശ്വാസച്ചുരുക്കങ്ങൾ, ശ്വാസകോശ ചുരുക്കങ്ങൾ, ക്യാൻസർ രോഗം പോലെയുള്ള ഗുരുതരമായ രോഗങ്ങൾ അവിടെ കൈവച്ചുകൊണ്ട് ആ രോഗങ്ങളുള്ളവർ നിങ്ങൾക്കില്ലെങ്കിൽ ഉള്ളവർക്ക് വേണ്ടി ആ കൈകൾ വെച്ചുകൊണ്ട് സ്തുതിക്കാൻ പറയുന്നു. സ്തുതികടെ ഹല്ലേലൂയ. Jesus Christ, power of the Spirit, touch the fire, command me, in the name of Jesus Christ, you be healed. കൈകള്, രണ്ട് കൈകളും സ്വന്തം ശിരസിൽ വെക്കുക. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി മൗനമായിട്ട് പ്രാർത്ഥിക്കുക. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക. വീണുപോയ കാലങ്ങളെ ഓർത്ത് വെണ്ണീരോടെ കരയുക. മനസ്സിലോർത്തുകൊണ്ട് എൻ്റെ ദൈവമേ, നിൻ്റെ നിത്യസ്നേഹത്തിനെതിരെ നിന്നെ അറിയാത്ത കാലങ്ങളിൽ വന്നുപോയ അബദ്ധങ്ങളെ ഓർത്തുകൂടി അടിയൻ വിഷമിക്കുന്നു. നിന്നെ അറിയാൻ താമസിച്ചതിനെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നു. അപ്പാ, സ്വർഗീയപ്പ, അങ്ങിപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളം കാണിക്കണമേ അപ്പാ. കണ്ണീരോടെ വരുന്ന മക്കളുടെ മേലെ ആശ്വാസത്തിൻ്റെ വലതുകരം നീട്ടണമേ അപ്പാ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമീൻ. സ്തുതികടെ ഹല്ലേലൂയ. Touch with the fire of God. Soft with the Spirit. Lord, increase the Spirit. Lord, increase the Spirit of power and grace. കർത്താവേ, മാരകരോഗികളെ സ്പർശിക്കണമേ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ. തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ. കർത്താവേ, സമാധാനമില്ലാത്തവരെ, ഭവനരഹിതരെ, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, കുഞ്ഞുങ്ങളില്ലാത്തവരെ, കുടുംബം വെക്കാത്തവരെ, അകന്ന് താമസിക്കുന്ന ദമ്പതികളെ, ജോലിയില്ലാത്തവരെ, സാമ്പത്തിക ബാധ്യതകളുള്ളവരെ, കടങ്ങൾ കയറി മുടിഞ്ഞുകൊണ്ടിരിക്കുന്നവരെ, ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, ജീവിച്ചു മടുത്തവരെ, സങ്കടം കൊണ്ട് പൊറുത്തുമുട്ടിയവരെ, വേദന കൊണ്ട് ചൂടുമുട്ടിയവരെ, സഹായിക്കാൻ ആരുമില്ലാത്തവരെ, കുഞ്ഞുങ്ങളുടെ പഠിപ്പ് മുടങ്ങിയവരെ, ഒരു വിദ്യാഭ്യാസം അസാധ്യമായവരെ, പഠനങ്ങൾ പറഞ്ഞപ്പെട്ടവരെ, ഡിപ്രഷനുള്ള മക്കളെ, ജീവിതത്തിൻ്റെ കോമ്പറ്റീഷനിൽ ഡിപ്രഷനുള്ള മക്കളെ, മാനസിക അസ്വസ്ഥമുള്ള മക്കളെ, പ്രഷർ രോഗികള്, ഷുഗർ രോഗികള്, കിഡ്നി രോഗികള്, കരൾ രോഗികള്, ഉദര രോഗികള്,
യേശുവിന്റെ നാമത്തിൽ ശക്തി ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ശക്തി ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ശക്തി ഒഴുകട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാപരത്തെ ശ്രുതികട്ടെ, എല്ലാവരും ശ്രുതികട്ടെ. കർത്താവിന്റെ ശക്തി ഒഴുകുന്ന സമയമാണ്. സ്വർഗീയ സൈന്യങ്ങളോട് ചേർത്തുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ മാലാഖമാരുടെ കൂടെ അങ്ങേ സ്തുതിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്തിന്റെ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച ദൈവാനുഭവം പ്രാപിച്ച എല്ലാ മക്കളെ ഓർത്തുകൊണ്ട് ഇപ്പോൾ വേദനിക്കുന്നവരെ, ഇപ്പോൾ കരയുന്നവരെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. കർത്താവേ, അങ്ങ് ആശ്വാസത്തിന്റെ വലതുകരം, അങ്ങ് സൗഖ്യത്തിന്റെ വലതുകരം, അങ്ങ് സ്നേഹത്തിന്റെ വലതുകരം അടിപ്പടർ പോലെ, വൈദ്യാഘാതം പോലെ ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേലും കർത്താവിന്റെ ശത്രുക്കട്ടെ, കർത്താവിന്റെ ശത്രുക്കട്ടെ, കർത്താവിന്റെ ശത്രുക്കട്ടെ, കർത്താവിന്റെ ശത്രുക്കട്ടെ, കർത്താവിന്റെ ശത്രുക്കട്ടെ. ശ്രുതിക്കട്ടെ, 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 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കൈകൾ വീശിക്കൊണ്ട്, കൈകൾ വീശിക്കൊണ്ട്. ദൈവപൈതലേ, നിന്റെ കൈകൾ കൂപ്പിക്കൊണ്ട്, നിന്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് നിന്റെ കണ്ണിൽ നിന്റെ കർത്താവിനെ കാണും. ദൈവപൈതലേ, മൗനമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിന്നെ വിളിച്ചത് നിന്റെ കർത്താവാണ്. നിന്നെ ഈ മഴക്കാലത്ത് തോരാതെ മഴ പെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിലെ തോരാത്ത കണ്ണീരിൻ്റെ കാലമാണിത്. ഭവനരഹിതര്, വീടില്ലാത്തവർ, സമാധാനമില്ലാത്തവർ, മക്കളില്ലാത്തവർ, ഭാര്യാഭർത്താക്കൾ അകന്ന് താമസിക്കുന്നവർ, ജപ്തി ആയിപ്പോയിക്കൊണ്ടിരിക്കുന്നവർ, ജീവിക്കാൻ മാർഗമില്ലാത്ത തൊഴിൽ നഷ്ടപ്പെട്ടവർ, മാരക രോഗികൾ കണ്ണീരോടെ കർത്താവിന്റെ ദിശയെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്നെ സ്പർശിക്കുകയും നിന്നെ ആശ്വസിപ്പിച്ച് നയിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളാണിത്. മൗനമായി പ്രാർത്ഥിക്കേണ്ട ദൈവപൈതലേ, നീ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത്? കർത്താവ് എന്തിനാണ് നിന്നെ വിളിച്ചത്? നിൻ്റെ അവസ്ഥ എന്താണ്? നിനക്ക് വിടുതൽ വേണ്ട മേഖലകൾ എന്താണ്? ആരാണ് നിന്നെ ഭീഷണിപ്പെടുത്തുന്നത്? ഏത് കേസിലാണ് നീ പെട്ടിരിക്കുന്നത്? എന്താണ് നിൻ്റെ ഉറക്കം കെടുത്തുന്നത്? എന്താണ് നിൻ്റെ പ്രഷർ കൂട്ടുന്നത്? നീ ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കണ്ണീരോടെ യാചിക്കുന്നത്? അതിപ്പോൾ മൗനമായി പ്രാർത്ഥിക്കട്ടെ. അമ്മ, പരിശുദ്ധമ്മ, ദേവമാതാവ്, ഈ നിമിഷം കൃപാസന ജീവിത ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട ജീവനുള്ള അമ്മ നിനക്ക് വേണ്ടി ഇപ്പോഴത്തെ ദിവ്യകാരുണ്യത്തോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന സമയമാണ്. നീ മൗനമായി പ്രാർത്ഥിക്കട്ടെ, ഭക്തിയോടെ പ്രാർത്ഥിക്കട്ടെ, വിശ്വാസത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുന്നതിന് നീ എത്രയും വേഗം സാക്ഷ്യപ്പെടാൻ നിനക്ക് കഴിയുമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾക്ക് ഒപ്പി കണ്ണുകളടച്ച് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എത്രയോ വെളുപ്പിനെയാണ് നീ എഴുന്നേറ്റത്. ഇന്നലെ ഉറങ്ങാതെ പോലും കുത്തിയിരുന്ന് വണ്ടി പിടിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. അമ്മയോട് നിന്റെ കണ്ണുനീര് പറഞ്ഞ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മധ്യസ്ഥം യാചിക്കാനാണ്. അത് നടക്കും ദൈവപൈതലേ. നിന്നെ കർത്താവ് വെറും കൈയോടെ പറഞ്ഞു വിടത്തില്ല. ഞാൻ അവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ ജീവിത വഴികൾ പിടഞ്ഞു വീഴുമെന്ന് കർത്താവ് പറഞ്ഞു. അതാണ് നിൻ്റെ കർത്താവ്. നീ വീഴാനോ നീ തകരാനോ ആഗ്രഹിക്കാത്ത നിൻ്റെ ദൈവം നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ. നീ നിത്യമായി ജീവിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ.
നിനക്ക് വേണ്ടി തിരുരാൽ മുറിവേറ്റവൻ, നിനക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവൻ, അവൻ നിൻ്റെ ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. നിൻ്റെ ഉന്നതമായ വിജയകരമായ വലതുകരത്താൽ നിന്നെ കോരിയെടുത്ത് അരുളി ചെയ്യുന്നു, നീ വിജയിക്കുമെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുക, കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛനെ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വചനങ്ങൾ നിന്നോട് സംസാരിക്കുന്ന ദൈവത്തെയാണ് നീ കേൾക്കുന്നത്. അങ്ങനെ കേൾക്കുന്നതിന് വേണ്ടി നീ നിന്നെ തന്നെ പ്രാർത്ഥിച്ചൊരുക്കണം, പല വിചാരം കൂടാതെ കേൾക്കണം. ഇത്തരം ബുദ്ധിമുട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ആ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും തന്നെ നിൻ്റെ പ്രാർത്ഥനയാക്കി നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കണം. നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവർക്ക് ഇരിക്കാനൊരു കസേര കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ഓർക്കുന്നുണ്ട്. കസേര കിട്ടിയാലും നമുക്ക് സ്ഥലമില്ലാത്തൊരവസ്ഥയുണ്ട്. അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നമുക്ക് സ്ഥലമില്ല. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അമ്മ ആഗ്രഹിക്കണത്. നമുക്ക് പുറത്ത് കുറേ സ്ഥലങ്ങളുണ്ട്, വേണമെങ്കിൽ 10,000-3000 പേർക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങൾ വരെ നമുക്കുണ്ട്. പക്ഷേ അവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലല്ലോ. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത്, ഈ കൊച്ചു സ്ഥലത്താണ്. നീ ഇവിടെ ഒരു കാര്യം നിന്നാൽ പോലും നിനക്ക് അഭിഷേകമാണ്. കൈയടിച്ച് കർത്താൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ആദ്യം ഒരു സാക്ഷി, ഇന്ന് ഈ ആഴ്ചയിലുണ്ടായ ഒരു സാക്ഷ്യം പറയാൻ. പെട്ടെന്ന് ആ സാക്ഷ്യം ഇപ്പോൾ 35,000 പേരെ കൂടിയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ സാക്ഷ്യം ഒന്ന് നോക്കുന്നത് കൊള്ളാം. അതൊരു മാതൃകാ സാക്ഷ്യമാണ്. മാതൃകാ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഉടമ്പടിയുടെ എല്ലാ കണ്ടൻറ്റ് വൈസുകളും റിച്ചായിരിക്കും. ഉടമ്പടിയിൽ കുറേ കാര്യങ്ങളില്ലേ. ഉടമ്പടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉടമ്പടി എപ്പോഴും ഈ ക്രിസ്തു എങ്ങനെയാണ്, ഈശോ ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലേ. ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണത്. ഇവിടെ കടലുണ്ട്, അതേസമയം തന്നെ തീരവുമുണ്ട്. കടൽ ശാന്തമാകുന്ന സ്ഥലമുണ്ട്, സമയമുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകുന്ന സമയമുണ്ട്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗങ്ങളാണ്. കടൽ പ്രക്ഷുബ്ധമാകുന്നത് നല്ല മഴയും കോളും ഉണ്ടാകുന്ന കാലത്ത് കടൽ പ്രക്ഷുബ്ധമാകും. അപ്പോൾ പ്രക്ഷുബ്ധമാകണ്ട മഴയും കോളും നമ്മൾ മാർച്ച് മാസത്തിലേ മാത്രമേ ഇപ്പോൾ വരൾച്ചയുള്ളൂ. നമ്മൾ ഡിസംബർ മാസം മുതൽ വരൾച്ച തുടങ്ങും. അപ്പം മാർച്ച് മാസം വരെയുള്ള വെള്ളം ഉണ്ടാക്കുന്നത് ഇപ്പോഴാണ്. ഈ ഭൂമിയിലെല്ലാം വെള്ളമെല്ലാം പോയി കായലിലും പുഴയിലുമൊക്കെ കെട്ടി വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ മാർച്ച് മാസത്തിലും നല്ല വരൾച്ച ഉള്ളപ്പോഴും ജപ്പാൻ കുടിവെള്ളമായിട്ട് ടാങ്കിലടിച്ച് കയറ്റിയിട്ട് ബ്ലീച്ച് ചെയ്ത് നമുക്ക് തരികയാണ്. അപ്പോൾ ഇത് ഈ സമയത്ത് മഴ വേണ്ട, കടൽക്ഷോഭം ഉണ്ടാകേണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാകാത്തല്ലേ. പക്ഷേ നമുക്കെന്ത് പറ്റും, ഡിസംബർ മാസം മുതൽ വരൾച്ച ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് എല്ലാം. ഈശോ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിങ്ങളോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 20:13. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. ഒരു ദിനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്. അതിതാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും കർത്താവിന് ഓരോ പദ്ധതിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മളോട് അനീതി ചെയ്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവപിതാവ് ഈശോയോട് അനീതി ചെയ്തെന്ന് നമ്മൾ പറയേണ്ടി വരും. ഈശോ പറയണത് എനിക്ക് കിട്ടിയ പീഡാനുഭവത്തെ ഞാൻ അനീതിയായിട്ട് കാണുന്നില്ലെന്നാണ് പറയണത്.
അതാണ് കർത്താവിൻ്റെ കാഴ്ചപ്പാടെങ്കിൽ നമ്മൾ കർത്താവിനെ സ്വീകരിക്കണം. നമ്മുടെ കാഴ്ചപ്പാടും നമ്മൾ സങ്കടങ്ങളോട് അസഹിഷ്ണുത കാണിക്കേണ്ട. അതെന്താണ്? നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? വിളമ്പണത് ഭക്ഷിക്കുക. അതാണ് കർത്താവിൻ്റെ നിലപാട്. ശ്രുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ലൂക്ക 10:8. ലൂക്ക 10:8 ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അടുത്ത വചനം എന്താ? അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. അപ്പം നിങ്ങളെ സ്വീകരിക്കുന്നവർ ഇപ്പം നിങ്ങളൊരു പത്രം തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അവർ നിങ്ങളോട് അയ്യോ ഇത് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ക്ലിയർ. അത് സ്വീകരിക്കുന്നവരുമുണ്ട്, സ്വീകരിക്കാത്തവരുണ്ട്. അപ്പോൾ അവരോട് സ്വീകരിക്കാൻ പറഞ്ഞിട്ടില്ല, അവർക്ക് കൃപയില്ല. കർത്താവിനെ സ്വീകരിക്കാനുള്ള കൃപ അവർക്കില്ല. അപ്പോൾ അവരോട് കർത്താവ് വിളിച്ച പോലെ കർത്താവിനോട് ഒരാൾ തർക്കിച്ചില്ലേ, ഞാൻ രാവിലെ മുതൽ പണിപ്പെടുന്നതാണ്, എനിക്കൊരു ധനാറ് കിട്ടിയെന്ന് പറയുമ്പോൾ ഈശോ എന്താ പറയുന്നത്? സ്നേഹിത, നയപരമായിട്ടാണ് സംസാരിക്കുന്നത്. സ്നേഹിത, ഞാൻ നിന്നോടൊരു അനീതിയും. സൗമ്യത ഒരു പ്രധാനപ്പെട്ട സുവിശേഷ വേലക്കാരന് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സൗമ്യത. ബേസിക്കായിട്ട് ആരാണ് ഉടമ്പടി എടുത്തവർ? കഴിഞ്ഞ ദിവസങ്ങളിലെ ടിജി ജസ്റ്റോ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യമുണ്ട്. അപ്പോൾ ഇവിടെ ടിജി ജസ്റ്റോ നല്ല സാക്ഷ്യമാണ്, നിങ്ങൾ വായിക്കണേ. ഈ സാക്ഷ്യത്തിൻ്റെ ഇതിൻ്റെ ബയോളജിക്കൽ ഗ്രോത്ത് എന്ന് പറയണത് ജീവശാസ്ത്ര വളർച്ച എന്ന് പറഞ്ഞ രസമാണ്. ഇതിൻ്റെ അവസാന ഭാഗങ്ങൾ ടിജി പറയണത്, ഞാൻ കാനഡയിൽ -30 ആകുമ്പോൾ ഞാൻ 3/4 മണിക്കൂർ നടന്നു കൊണ്ടുപോയി ഈ പത്രം കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രമാണ് അവർ വാങ്ങിക്കുന്നത്. ഒരു കെട്ടല്ല, 5 കെട്ട് പത്രം വാങ്ങിക്കണത്. ഞങ്ങളുടെ ഒരു അവസ്ഥയിൽ 5 കെട്ട് മേടിക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് കൊടുക്കാൻ ഞാൻ ആൾക്കാർ അറിഞ്ഞവർക്ക് കൊടുക്കത്തില്ല, ഞാൻ ഇംഗ്ലീഷുകാർക്കാണ് കൊടുക്കണത്. ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഇംഗ്ലീഷുകാരെ നോക്കിയാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഉൾനാട്ടിലേക്ക് നടന്നു പോകേണ്ടി വരും. അപ്പോൾ നടക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ അവിടെ ചെന്നപ്പോൾ അന്ന് 20 പോസിറ്റീവ്, +20. 20 പോലും എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ ഇവരെന്താ പറയണത്? 50 പറയണത്. 20 കൂടിയിട്ട് 0 ആയിട്ട് പിന്നെ -20. നമ്മുടെ കൈ പുറത്ത് വന്നാൽ മരവിക്കും. മരവിച്ചാൽ ചിലപ്പോൾ അത് ചെത്തിക്കളയാനേ പറ്റത്തുള്ളൂ. -20 -30 എന്ന് പറയണത്. -30 ഈ കൃപാസനം പത്രം കൊണ്ട് ഇംഗ്ലീഷുകാർ കർത്താവിനെ നിന്ന് അകന്നു പോകുന്ന ഇംഗ്ലീഷുകാരെ തിരക്കി ഇവർ പോവുകയും. അപ്പോൾ ചെന്നിട്ട് അവിടെ ചെന്ന് പറഞ്ഞു, സാർ ഐ ആം എ മരിയൻ മിഷണറി. പരിചയപ്പെടുത്തണത് തന്നെ കേട്ടാൽ നമ്മുടെ തൊണ്ടയിടറും. എന്തോ ഒരു വല്ലാത്തതാണ്. ഇത് അവരോട് പറയണത്, സർ ഐ ആം എ മരിയൻ മിഷണറി. എന്താണ്? ഞാൻ ഈ മഞ്ഞിൻ്റെ അകത്ത് നടന്ന് ഇവിടെ വന്ന് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഞാനൊരു മരിയൻ മിഷണറി ആയതുകൊണ്ടാണെന്ന്. കർത്താവിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു പ്രേക്ഷിതയാണ്. ഇതാണ് ഈ പ്രേക്ഷിതരെന്ന് പറയണത്. വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിന് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ വിഷയം മറക്കണം, ദൈവത്തെക്കുറിച്ച് ഓർക്കണം. ഇതാണ് ഉടമ്പടി എന്ന്. ഉടമ്പടിയിൽ ആകുമ്പോൾ ഉണ്ടാകുന്നൊരു ഉറപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിഷയം നിങ്ങൾ മറക്കണം. നമുക്ക് ചില സമയത്ത് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയണത്, നമ്മൾ ദൈവത്തെക്കുറിച്ച് ഓർക്കത്തുമില്ല, നമ്മുടെ വിഷയം തന്നെ നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. അതാണ് ഉടമ്പടി. അത് ചിലർക്കത് ഉടമ്പടി ഫയറാകാത്തതിൻ്റെ കാരണം അതാണ്. നമ്മുടെ വിഷയം ദൈവത്തെക്കുറിച്ച് ഓർക്കണത് രാവിലെയുള്ള പ്രത്യക്ഷ പ്രാർത്ഥന ഓർക്കും. വൈകുന്നേരം നിങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയുണ്ട്, അതും പ്രത്യക്ഷീണ പ്രാർത്ഥന പോലെ തന്നെ മസ്റ്റാണ്, പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിവിടെ തിരികത്തിച്ച് മാതാവിൻ്റെ മുമ്പിൽ ഒന്ന് പ്രഖ്യാപനം ചെയ്തതാണ് ഇതെല്ലാം. അപ്പോൾ രാവിലെ 20 വൈകുന്നേരം ചില സമയത്ത് വീട്ടിലുണ്ടാകത്തില്ല. ആ സമയത്ത് നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ 11 മണിയൊക്കെ ആവും. അപ്പോൾ ചിലർ 11 മണിയാകുമ്പോൾ ആ പ്രത്യക്ഷ വന്നിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങളവിടെ ഇല്ലെങ്കിൽ വന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് സന്ധ്യക്കുള്ള ഉടമ്പടി പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത്. അപ്പോഴെന്താ വെച്ചാൽ എന്താ അപ്പോൾ സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും. ഇപ്പോൾ ടിജിയുടെ അവസ്ഥ കണ്ട, ടിജിനെ കണ്ടാൽ ഇനി ദൈവത്തോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ബാർഗെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്താ? ടിജി ദൈവത്തിൻ്റെ ആളാണെന്ന് അവൾക്കും അറിയാം, ദൈവത്തിനും അറിയാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ ആളാണെന്നുള്ള കാര്യം. ഈ ഭൂമിയിൽ ഉടമ്പടി എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഞാൻ ഫുൾ ടൈം ദൈവത്തിൻ്റെ ആളാകാൻ വേണ്ടി എടുത്തതെന്ന് പറയണം. നിങ്ങൾ പറയണ IELTS പാസ്സാകാനാണെന്നൊക്കെ പറയുന്നത്. IELTS പോലും ഈ ടിജി പവൽ, ടിജിയുടെ ജസ്റ്റോ എന്നാണ് ഭർത്താവിൻ്റെ പേര്. ജസ്റ്റോയും ടിജിയും കൂടിയാണ് ഇപ്പോൾ കാനഡയിൽ പോയിരിക്കണത്. അപ്പം ജസ്റ്റോയുടെ കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റോ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല വേറെ ഒരു രാജ്യത്ത് പോയി വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റോ 10ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ, അത് കഴിഞ്ഞ് പഠിച്ചിട്ടില്ല. പക്ഷേ ടിജിയെ കല്യാണം കഴിച്ചപ്പോൾ ഇവർ കുടുംബമായിട്ട് അവിടെ പോയതാണ്. കാരണം ടിജിക്ക് അവിടെ ജോലി കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇവർ ഒരു ജോലി തിരക്കി പോയതാണ് കുടുംബസമേതം. പക്ഷെ അവിടെ ചെന്നപ്പോൾ കുറേയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജസ്റ്റോ എന്ന് പറഞ്ഞ ഭർത്താവിന് IELTS എഴുതാതെ അവിടുത്തെ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പറ്റത്തില്ല. ജോലി സംബന്ധമായ കാര്യമോ വിസയോ PR ഒന്നും നടക്കത്തില്ല. അപ്പോൾ ജസ്റ്റോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല. എങ്ങനെയാണ് 10ാം ക്ലാസ് മാത്രം പാസ്സായ തനിക്ക് എങ്ങനെയാണ് IELTS പാസ്സാകും, അത് മലയാളം മീഡിയത്തിലാണ്, എങ്ങനെ പാസ്സാകാൻ പറ്റില്ലെന്ന് അറിയത്തില്ല. പക്ഷേ എന്താ ടിജി എന്താ പറയുക, ടിജിക്ക് ഭയങ്കര ഉറപ്പാണ്, നിങ്ങൾ എഴുത്, നമ്മളെ കൊണ്ടുവന്നത് മാതാവാണ് ഇവിടെ. ഇത് അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാകണം. ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം നമ്മൾ സത്യസന്ധമായിട്ടാണ് ചെയ്യണമെങ്കിൽ ഈ കോൺഫിഡൻസ് നമുക്ക് പെട്ടെന്നുണ്ടാകും. ടിജിക്ക് നല്ല കോൺഫിഡൻസാണ്. എന്താ കാര്യം, അവൾ പറയണത് ഞാൻ ഉടമ്പടി പാലിക്കുകയല്ല ചെയ്തത്. അവൾ പറയുന്നുണ്ട്, അവളുടെ കോൺഫിഡൻസിൻ്റെ കാര്യം പറയണത് എന്താണ്, ഞാൻ ഉടമ്പടി പാലിക്കുകയല്ല ചെയ്തത്, പിന്നെ എന്താണ്, ഞാൻ ജീവിക്കുകയാണ് ചെയ്തതെന്നാണ്. അപ്പോൾ തന്നെ ഞാനത് ഇവൾക്കുള്ളതല്ല ആൾ എന്ന് വെച്ചാൽ അവർ തന്നെത്താൻ ഒരു ഉടമ്പടി അനുഭവത്തിലേക്ക് വന്നിരിക്കുക. എന്താ പറയണത്, ഞാൻ ഉടമ്പടി പാലിക്കുകയല്ല ചെയ്തത്. ഞാൻ എന്തുകൊണ്ടാണ് ജസ്റ്റോട് പറഞ്ഞത്, നിങ്ങൾ IELTS എഴുതി, മാതാവല്ലേ തരണത്, കമ്പനി ഡിപ്പാർട്ട്മെൻറ്റൊന്നും അല്ലല്ലോ. കമ്പനി അത് നിലപാടാണ്. ഉടമ്പടി നമുക്ക് നിലപാടുണ്ടാക്കും. അതിൻ്റെ അകത്ത് വെസ്റ്റ എന്നും പറഞ്ഞുകൊണ്ട് എന്താണ് മക്കളൊന്ന് ശ്രദ്ധിച്ച മക്കളെ, സാക്ഷികളിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന യേശുവേ ആരാധന. അപ്പോൾ ആദ്യം ഈ ടിജോക്ക് വേണ്ടത് വെസ് എന്നും പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ കമ്പനി, അതായത് ലൊക്കോ മൊബൈലിൻ്റെ മെക്കാനിസ്റ്റാണ് ആൾ. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് അവിടെ കാണിച്ചിട്ട് അവിടെ ഒരു അംഗീകരിക്കണില്ല. അതായത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഈ ഇക്വാലൻ്റ് സർട്ടിഫിക്കറ്റ് അവിടുന്ന് കിട്ടത്തുള്ളൂ. അതായത് ഇങ്ങയുടെ മെക്കാനിക്കൽ ഡിഗ്രിക്ക്, ഡിപ്ലോമയ്ക്ക് ഇക്വാലൻ്റ് ആയിട്ടുള്ള തുല്യമായിട്ടുള്ള അവിടുത്തെ സർട്ടിഫിക്കറ്റ് വേണം. അവിടുത്തെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ വെസ് എന്ന് പറഞ്ഞ കമ്പനി പറഞ്ഞ് അവരുടെ അടുത്ത് കൊണ്ട് ആപ്ലിക്കേഷൻ പറഞ്ഞു, നിങ്ങൾക്കിത് കിട്ടാൻ സാധ്യതയില്ല, നിങ്ങൾക്കിത് കിട്ടത്തില്ല, ഇന്ന കാരണങ്ങൾ കൊണ്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോഴും ഈ ടിജിക്ക് മറ്റയാൾ അപ്പം തന്നെ തളർന്ന്, എന്താ കിട്ടത്തില്ലല്ലോ. അപ്പോഴും ഉടനെ ടിജി നമ്മുടെ ഉടമ്പടി ക്ലാസ് വിടാതെ കൂടുന്ന ആളാണ്. ടിജി പറയും, ഇത് കമ്പനിയല്ലേ, കർത്താവല്ലല്ലോ, അതാണ് വിഷയം. ഇങ്ങനെയാണ് വിഷയത്തെ വിശ തരികളെന്ന് പറയുമ്പോൾ പറയും, ഇത് കമ്പനിയല്ലല്ലോ കർത്താവ്, യേശുവല്ലേ കർത്താവ്. അതെവിടെ നിന്ന് കിട്ടിയതാണ്? അത് ഈ നമ്മുടെ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം നമുക്ക് 4 തരത്തിൽ വിശ്വാസം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. 4 തരത്തിൽ. എന്താണ്? ഒന്നാമത്തെ തരമെന്ന് പറയണത് നമ്മുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന വഴി ആണ് നമ്മൾ വിശ്വാസം നമ്മൾ എക്സ്പ്രസ് ചെയ്യണത്, വെളിപ്പാക്കണത്. പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴുള്ള പ്രശ്നം എന്നത് ഈടുവെപ്പ് കുറവായിരിക്കും. പ്രാർത്ഥന ചെയ്യും. ചില ആൾക്കാരൊക്കെ പറഞ്ഞില്ലേ, ഞാൻ 150 വിശ്വാസ പ്രമാണം ചെല്ലിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈടുവെപ്പില്ല. ഈടുവെപ്പെന്നില്ല, നമ്മുടെ കയ്യിൽ നിന്ന് അതിൻ്റെ അകത്തൊരു ഡിപ്പോസിറ്റ് ഒന്നും വരണില്ല. നാക്ക് കൊണ്ട് ഇങ്ങനെ കുത്തിയിരുന്ന് എവിടെയെങ്കിലും ലൈറ്റ് ഫാനൊക്കെ ഇട്ടുകൊണ്ട് ഉള്ളൊരു പരിപാടിയായിട്ടാണ് പ്രാർത്ഥന മാറ്റണത്. നമുക്ക് നട്ടമില്ലല്ല, നമുക്ക് നട്ടമില്ല. അതിൻ്റെ അകത്ത് നഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുക മാത്രമേ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ നിരത ദ്രവ്യം കിട്ടണം, ദ്രവ്യം ഉണ്ടാകണം.
ഈ പ്രാർത്ഥനാ ജീവിതമാണെന്നൊരു കാര്യമില്ല. ഈ പ്രാർത്ഥനക്കാരെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഇവന്മാർ മെയ്യട്ട് കൊണ്ടൊന്നും ചെയ്യത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രാർത്ഥിക്കാൻ എളുപ്പമാണല്ലോ, കാറിലിരുന്ന, വണ്ടി ഇരുന്ന, ബൈക്കിൽ ഇരുന്നൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷേ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ദൈവത്തിന് ഈ സംഭവം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാമ്പ് വേണം, ഡ്യൂട്ടി അടിക്കണം ഈ സംഭവത്തെ. എന്ന് വെച്ചാൽ നമ്മൾക്ക് അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആൾക്കാർക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നത്. ഇപ്പം ഞാനവിടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഞാൻ 39 വർഷത്തെ കുർബാന എന്തെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം അതിൻ്റെ അകത്ത്. അതിന് പിന്നെന്താ പറയണത്? എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്ന് ദൈവത്തിന് സംപ്രീതമായി തോന്നിയുകൊണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം, ആ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ അടിസ്ഥാനത്തിൽ ഇവിടെ നടന്ന ആരാധനകൾ, എന്തെല്ലാം കാര്യമാണ് ഇതിൻ്റെ തീടുവെപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ചെക്ക് എഴുതി കഴിഞ്ഞാൽ അത് വണ്ടിച്ചക്കാകത്തില്ല. അതാണ് വിഷയം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ വണ്ടിച്ചക്കാകരുത്. ഞാൻ എപ്പോഴും നിങ്ങളെ ചോദിക്കും, ഫോർ വാട്ട് ഐ ഹിയർ യു, എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ കേൾക്കണമെന്ന് ദൈവം ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും വളരെ കാറ്റഗോറിക്കലായിട്ടുള്ള ഈടുള്ള എന്തെങ്കിലും പറയാനുണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പ്രേക്ഷിത വില കൂട്ടണത്. മനസ്സിലായില്ലേ? പ്രേക്ഷിത വില കൂട്ടത്തില്ല. ഇപ്പം അവൾ തന്നെ ചെയ്യണമെന്ന് അവളൊരു കെട്ട് പത്രം എടുക്കേണ്ട ആൾ 5 കെട്ട് എടുത്തിട്ട് മഞ്ഞെന്ന് പറയാൻ പറ്റുകയില്ല. ആ ഹിമപാതമാണ് നടക്കുന്നത്. ഈ -30 നടന്ന് ഒരാളെ കാണാൻ പോവുകയാണ്. എന്നിട്ട് ഇവൾ പറയേണ്ടൊരു കാക്കുണ്ടേ, ഞാനൊക്കെ പത്രം കൊടുത്തു കഴിഞ്ഞാൽ പത്രം അയാൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് എനിക്ക് സങ്കടമാണ്. കാര്യം അയാളത് ബാഗിൽ വെച്ചാൽ ഓക്കെ, അയാളെ കളയുകയാണെങ്കിൽ ഞാൻ അവിടെ പോയി എടുക്കുമെന്ന്. ഇതാണ് വിഷയം. ഇതിവിടെ വരുന്ന വിഷയം എന്ന് വെച്ചപ്പോൾ നമ്മൾ എന്തിനെന്ത് പറയേ, ഞാൻ എന്നിട്ട് എല്ലാ വേസ്റ്റ് ബിന്നും പൊക്കി നോക്കും. ഞാൻ കാനഡയുടെ തെരുവിലൂടെ നടക്കുമ്പോൾ ഞാൻ ഓരോ വേസ്റ്റ് ബോക്സില്ലേ, ഞാൻ ഓരോ വേസ്റ്റ് ബോക്സും പൊക്കി നോക്കും. ആൾക്കാർക്ക് തോന്നും എനിക്ക് പട്ടാണെന്ന്. കാരണം വേസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഉള്ള അഴുക്കെല്ലാം ഉണ്ടാവും. അതെന്തിനാണ് പൊക്കി നോക്കണത്? പ്രാന്തന്മാരല്ലേ നോക്കത്തുള്ളൂ. അപ്പോൾ അവൾ പറയും എൻ്റെ സ്റ്റാറ്റസ് ഞാൻ ലോ ചെയ്യണം എന്ന്. അതാണ് വിഷയം. ആപ്ലിക്കേഷൻസ് എന്ത് രസമാണെന്ന് അറിയാമോ? ഉടമ്പടി ആപ്ലിക്കേഷൻസിലാണ് നിൽക്കുന്നത്. അതുപോലെ ഇംപ്ലിമെൻറ്റേഷൻ, ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവളെന്തിനാണ് കർത്താവ് ഞാൻ കൊടുത്ത പത്രം, കൃപാസനം പത്രം ഏതെങ്കിലും വേസ്റ്റ് ബിന്നിലുണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം പൊക്കി നോക്കണത്. അപ്പോൾ ഇവരൊക്കെ കണ്ടാൽ പിന്നെ ദൈവം എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല, ഒന്നും പറയാനില്ലെന്ന് പറയത്തില്ലേ? ഈ ചില നല്ല നല്ല അടിപൊളി പാട്ട് കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ മീറ്ററെല്ലാം ശരിയാണെങ്കിൽ, സംഗതിയെല്ലാം ശരിയാണെങ്കിൽ, ആ അവിടെ അവർ പാട്ട് നോക്കുന്ന മ്യൂസീഷ്യൻസ് എന്താ പറയണത്? ഒന്നും പറയാനില്ലെന്ന് പറയും. അതുപോലെ നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാനില്ലാത്ത രീതിയിൽ ഈടുവെപ്പുണ്ടാകണം. ഉടമ്പടി ഇംപ്ലിമെൻറ്റേഷനാണ് നിൽക്കുന്നത്. ഇംപ്ലിമെൻറ്റേഷനിൽ അത് കഴിയുമ്പോൾ അപ്പം നമ്മുടെ വാല്യൂ ഇങ്ങനെ ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കും. അതെന്ത്, ഈ വാല്യൂ ഗ്രോത്ത് ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാല്യൂ ഇയർ ബേസ് ആയിട്ടാണ് ഗ്രോത്ത് ചെയ്യേണ്ടത്. വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പ് ആത്മീയ മൂല്യം എന്ന് പറയും. ആത്മീയ മൂല്യം, ഈ ആത്മീയ മൂല്യം വർദ്ധിക്കേണ്ടത് ഇയർ ബേസിലാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ കർത്താവ് നിക്കോദേമോസിനോട് ചോദിക്കില്ലേ, ഇയർ ബേസ് ക്വസ്റ്റ്യനാണ് ചോദിക്കണത്. ഇയർ ബേസ് ക്വസ്റ്റ്യനാണ് നിക്കോദേമോസ്. അന്നെടുത്ത് യോഹന്നാൻ 3:10 യേശു പറഞ്ഞു നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? അതായത് ഇത് 3:5 വീണ്ടും ജനിക്കണമെന്ന് പറയത്തില്ലേ? വീണ്ടും ജനിക്കാതെ ദൈവത്തിനെ അനുഭവിക്കാൻ പാടില്ലെന്ന് പറയത്തില്ലേ? ഇപ്പോൾ വീണ്ടും ജനിപ്പിക്കുന്ന ഉടമ്പടി മോഡ് ഓഫ് കവനൻ്റ് ഉണ്ട്. അതെന്താണ്? അതിങ്ങനെ ഇപ്പോൾ ഇവർ വീണ്ടും ജനിച്ചവരെ വേണം. അവർ ഓരോ വേസ്റ്റ് പിന്നും പൊക്കി നോക്കുകയാണ്, സ്റ്റാറ്റസ് ലോ ചെയ്യുകയാണ്. എന്താ സ്റ്റാറ്റസ് ലോ ചെയ്യണമെന്ന് പറയുന്നത്? കർത്താവ് ഉപയോഗിച്ച ഒരു മെത്തേഡാണ്. പ്രകൃതിയ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ താഴ്ത്തി മരണത്തോളം കുരിശുമരണത്തോളം. അതിനാൽ ദൈവം, അപ്പം ദൈവം അവനെ ഉയർത്തിയെന്നല്ല പറയണത്. ഇങ്ങനെ സ്റ്റാറ്റസ് ലോ ചെയ്തത് കാരണം അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. അപ്പോൾ ദൈവം ഉയർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി സ്റ്റാറ്റസ് ലോ ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നത്. ഒരാളിൻ്റെ ആത്മീയ മൂല്യം, സ്പിരിച്വൽ വാല്യൂ വർദ്ധിപ്പിക്കുന്നത് ഈ നമ്മുടെ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഓരോന്നിനും ഓരോ മെത്തേഡാണ്. ഈശോ ഉപയോഗിച്ച മെത്തേഡ് സ്റ്റാറ്റസ് ലോയിങ് ആണ്. ഈ സ്റ്റാറ്റസ് ലോയിങ്ങിൻ്റെ അവസാനം ഈശോ അപ്പായുമായിട്ട് കണ്ണീരോടെ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്. അപ്പ പറയും,
അപ്പ പറയും അവസാനം തുണി വരെ ഉരിഞ്ഞെടുക്കൂടാന്ന് പറയും. അപ്പോൾ ഈശോ പറയും മേരി മാഗ്ഡലിനൊക്കെ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അപ്പ തുണി ഉരിയണത്? ഇതെൻ്റെ ഒരു സ്വകാര്യ പ്രാർത്ഥനയിൽ ഞാൻ കണ്ട് വിഷമിച്ച ഒരു ദർശന സീനാണിത്. എന്ന് വെച്ചാൽ ഈശോ ചോര വീർത്തില്ല. ഞാൻ എപ്പോഴും അപ്പായോട് ചോദിക്കും, ഈശോ ചോര വീർത്താൽ പിന്നെ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഞങ്ങൾ ഈശോ പോലും ചോര വീർത്തെങ്കിൽ ഭൂമിയിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ? അപ്പോൾ അത് ചോദിക്കുമ്പോൾ ഒരു ദിവസം അപ്പ പറയും പരിശുദ്ധാത്മാവിനും കൂടി പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ഒരു ദിവസം പറഞ്ഞാണ് ഇത് വിഷയത്തിനാണ് ഈശോ ഡിസ്കഷൻ വെക്കണത് അപ്പായുമായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം നഗ്നനായിട്ട് ക്രൂശിക്കപ്പെടും. അവിടുത്തെ ഓപ്ഷൻ പറയണത് വേറെ അങ്ങനെ എന്നെ നഗ്നനാക്കി ഇങ്ങനെ കുരിശ തൂക്കി പബ്ലിക്കായിട്ട് നിർത്തുമ്പോൾ അപ്പ ആരും ഉണ്ടാകരുത് അപ്പ എന്ന് പറയും. അപ്പോൾ പറയും ഇല്ല, മനുഷ്യന്മാർ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമല്ലേ നീ ചെയ്യണത്? ഇതിനേക്കാൾ എന്തോ കിരാതമായ തിന്മയാണ് മനുഷ്യന്മാർ ചെയ്തത് ലോകത്തിൽ. എൻ്റെ കൃപ എങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്? അതിനൊക്കെയാണ് നീ പരിഹാരം ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ അതിന് ഓപ്ഷൻ ഇല്ലെന്ന് പറയും. അപ്പോഴേ ഈശോ ആ ഓപ്ഷൻ ഇല്ലെന്ന് പറയും. അപ്പം ഇങ്ങനെ ഓരോ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ അതാണ് ഈശോയുടെ സ്റ്റാറ്റസ് ലോയിങ്ങിൻ്റെ ഏറ്റവും ഈ ഈശോ ഉയർത്തപ്പെടാനുള്ള കാര്യം എന്താണ്? എന്തുമാത്രമാണ് ഉയർത്തിയെന്ന് നോക്കിയേ. എന്തുമാത്രം ദൈവത്തിന് നമ്മൾ താഴ്മകൾ സ്വീകരിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നമുക്ക് ദൈവം നമ്മളെ ഉയർത്തുന്നത്. അതിനാൽ ആ വാക്കെടുത്തേ ഫിലിപ്പി 2:7 മുതലുള്ള തിരുവചനങ്ങൾ. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. ഇപ്പം നമ്മൾ ഉടമ്പടി ഉദ്ദേശിക്കുന്നത് നമ്മളിന് ദൈവം ഉയർത്തിയാലേ നമ്മൾ ചില ആൾക്കാർ ഉയരത്തുള്ളൂ. മനസ്സിലായില്ലേ? അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. നിങ്ങൾക്ക് തന്നെ അറിയാം. ഇനി അളിയനുണ്ടായിരുന്നു, അമ്മാവനുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു, പാർട്ടി ഉണ്ടായിരുന്നു, എല്ലാവരും നമ്മളെ കൈയൊഴിഞ്ഞ്. ഇപ്പം എന്താണ്? ഇനി ദൈവം ഉയർത്തിയാലേ ഇനി നമ്മൾ ഉയരത്തുള്ളൂ. അതിനെന്ത് ചെയ്യണം? ദൈവം ഉയർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്യണം. പറ്റുന്ന സ്റ്റാറ്റസ് ലോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തന്നെ താഴ്ത്തിയാലേ ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം. അവൻ പ്രകൃതിയാ ദൈവത്തോട് സമാനത മുറുകെ പിടിക്കേണ്ട. ഇപ്പം ഇവരെന്താ ചെയ്യണത്? ഞാനൊരു ഭ്രാന്തിയെപ്പോലെ ഞാൻ ഓരോ വേസ്റ്റ് ബിന്നുകളും തുറന്നു നോക്കിക്കൊണ്ട് പോകുന്നു. എന്താണ്? മലയാളികളെപ്പോലെ ആരെങ്കിലും കൊണ്ടുപോയി വിവരമില്ലാത്തവൻ അതിൻ്റെ അകത്ത് കൃപാസനം പത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വേസ്റ്റിൽ നിന്ന് എടുത്ത് ഇവിടെ കഴുകി ഉണക്കും. പറ്റുന്ന രീതിയിൽ അവർക്ക് അത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ദൃശ്യം നമ്മുടെ സത്യസന്ധത വ്യക്തമാകും. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ചില ആൾക്കാർ തോറ്റിരിക്കുന്നത് ദൈവത്തിൻ്റെ തിരുസന്നിധി സത്യസന്ധത വ്യക്തമാക്കാൻ പരാജയപ്പെട്ടതാണ്. നിങ്ങളൊരു പ്രത്യക്ഷീണ പ്രാർത്ഥനയിലും ഒരു പൊതിച്ചോറിലും ഉടമ്പടിയെ ഒതുക്കി. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു പ്രത്യക്ഷീണ പ്രാർത്ഥനയിലും ഒരു പൊതിച്ചോറിലും. അതിനകത്ത് ജിജി പറയണതിൻ്റെ കാരണം ജിജി പറയുന്നുണ്ട്. അതായത് അവൾ കാരുണ്യ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ കാനഡയിലൊക്കെ ഉള്ളത് ഈ ഇങ്ങനെ ആൾക്കാർക്ക്, രോഗികൾക്ക് ഭക്ഷണം ഇല്ലാത്തവർക്ക് കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ ഓരോ മാർജിൻ ഷോപ്പിലൊക്കെ ഫുഡായിട്ടുള്ള ഫുഡ് കൗണ്ടറുണ്ട്, ഫുഡ് ബാങ്കുകളുണ്ട്. അവിടെ നമുക്ക് ഫുഡ് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ടിജി പറയണത് ഞാൻ അങ്ങനെ കൊടുക്കത്തില്ല. എന്താ കാര്യം? അത് കാരുണ്യ പ്രവൃത്തിയാണ് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അതാണ് വിഷയം. ഞാൻ പ്രസംഗം ശ്രദ്ധിക്കുന്നതാണ്. അത് കാരുണ്യ പ്രവൃത്തിയാണ്. ശരിക്കും നമുക്ക് വേണ്ടത് കാരുണ്യ പ്രവൃത്തി അല്ല. എന്താണ്? കൃപാവര പ്രവൃത്തിയാണ്. കാരുണ്യ പ്രവൃത്തി കൊണ്ട് അനുഗ്രഹമേ കിട്ടത്തുള്ളൂ. കൃപ കിട്ടണമെങ്കിൽ കൃപാവര പ്രവൃത്തി വേണം. അത് ഞാനെന്ന് പറയണ എമ്പതിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ടാകണം. ഈശോ എന്താ പറഞ്ഞത്? കൃപാവര പ്രവൃത്തികളെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മളതിനെ വിവരമില്ലാതെ കാരുണ്യപ്രവൃത്തി എന്ന് വിളിച്ചതാണ്. കൃപാവര പ്രവൃത്തിയെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത്. എന്താണ്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ഞാൻ രോഗിയായിരുന്നു, എൻ്റെ ഭക്ഷണം നിങ്ങൾ ഫുഡ് ബാങ്കിൽ കൊണ്ട് കൊടുത്തെന്നല്ല പറയണത്. ഇത് മനസ്സിലാക്കാനുള്ള വിവേചനം ഈ സ്ത്രീക്കുണ്ട്. പരിശുദ്ധാത്മാ നിറവിലാണ്. എല്ലാവരും കൊണ്ടേ കൊടുക്കണ ഈ പല വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ ചെയ്യണത് ഫുഡ് ബാങ്കിൽ കൊടുത്തിട്ട് ഏതാണ്ട് വലിയ ആനക്കാരും ചെയ്തതെന്ന് പറഞ്ഞ് അവിടുത്തെ ബാഗം മേടത്തിന് വീട്ടിൽ പോകും. അങ്ങനെയല്ല ഇവർ പറയണത്. ഇത് ഇവിടെ കൊടുത്ത കാരുണ്യ പ്രവൃത്തി ആകത്തുള്ളൂ.
ഈശോ അങ്ങനെയല്ല പറഞ്ഞത്. ഈശോ എന്താ പറഞ്ഞത്? എന്നെ പേഴ്സൺ ടു പേഴ്സൺ മീറ്റ് ചെയ്യണം. എന്താ കാര്യം? ആ രോഗി ഞാനാണ്. എനിക്ക് വേണ്ടി വല്ലോടത്തും കൊണ്ടേ ഭക്ഷണം കൊടുക്കരുത്, എനിക്ക് വേണ്ടി എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുവരണം. അതാണ് കൃപ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. യേശുവേ നന്ദി, യേശുവേ മഹത്വം, ആരാധന, ഹല്ലേലൂയ. യേശുവേ നിന്നെ കണ്ടുകൊണ്ട് അവരുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേക അധിക അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. കൃപമതിയേ കൃപമതിയേ അനബില്ലാതെ കൃപമതിയേ 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 അനബില്ലാതെ കൃപമതിയേ. നമ്മൾ ആരാധന എന്ന് പറയുമ്പോൾ യേശുവിനെ തോന്നണം നമ്മൾ ആരാധിക്കണമെന്ന്. അതുകൊണ്ട് ഓരോ പ്രാർത്ഥനയും അങ്ങനെയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെന്നും നമ്മൾ പ്രാർത്ഥനയിലാണെന്നുവെന്നും ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും ദൈവത്തിന് തോന്നണം. കാരണം പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കുന്നത്. ഭാഗികമാകുമ്പോൾ പല വിചാരമെന്ന് പറയും, പല വിചാരം. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ വില്ലനെന്ന് പറയുന്നത് പല വിചാരമാണ്. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നാളെയാണല്ലോ ആ ഡേറ്റ് എന്ന് പറയും, മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കുന്നതിന് ഇടയ്ക്ക് പറയും ദൈവമേ നാളെയാണല്ലോ ലാസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണല്ലോ എന്ന് പറയും. ഇതിനെ കൗണ്ടറാക്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും ഇങ്ങനെ തലയെ പ്രാർത്ഥിച്ചിട്ട്, ഇപ്പം നമ്മുടെ തലയെ കൈവച്ചതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ തലയെ കൈവച്ച് എപ്പോഴും സംരക്ഷണ പ്രാർത്ഥന ചെല്ലണം. സംരക്ഷണ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവാണ്. സംരക്ഷണ പ്രാർത്ഥന എപ്പോഴും തലയിൽ സമയത്ത് കൈവച്ച് സംരക്ഷണ പ്രാർത്ഥന ചൊല്ലിയാൽ ദൈവം കുറച്ച് കഴിയുമ്പോൾ നീ ഇത് സീരിയസ് ആണ്. ജോസഫച്ചൻ പറഞ്ഞതുകൊണ്ടാണ് നീ ചെല്ലണമെന്ന് ഈ ആഴ്ചയിൽ വിചാരിക്കത്തുള്ളൂ. ഈ ആഴ്ച 2-3 ആഴ്ച കഴിഞ്ഞും പിന്നെയും തലയെ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് പറയും നീ തന്നെ ചിന്തിച്ചിട്ടാണ് തലയെ കൈ വെക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്ലസ് തരും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണത്. ഭയങ്കര ദൈവത്തോടെ ജീവിക്കണത് എളുപ്പമാണ്, പാടുവാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, മഹത്വം. ഈശോയെ നിന്നെ ഞാൻ Take the word of God. മർക്കോസ് 12:30. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഈ സ്നേഹത്തിന്റെ ബഹിസ്ഫുരണമായിട്ട് എക്സ്പ്രഷൻസ് ആയിട്ടാണ് പ്രെയർ വരുന്നത്. കാര്യം സ്നേഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ട് എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പോൾ നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്നത് ഈ പ്രാർത്ഥന വിശ്വാസത്തിൽ നിന്നുണ്ടാകാം, പ്രത്യാശയിൽ നിന്നുണ്ടാകാം. പക്ഷേ ദൈവം അവിടെ കുറിച്ച് വെക്കണത് സ്നേഹത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യണ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരത്തില്ലല്ലോ. പക്ഷെ സ്നേഹത്തിലാണ് വന്നിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്നേഹത്തിലല്ല. വസ്തുവിനോട് സ്നേഹമുണ്ട്, അത് വിറ്റ് മകളോട് സ്നേഹമുണ്ട്. എന്താണ്? അവളെ കെട്ടിക്കണമെങ്കിൽ വസ്തു വിൽക്കണം, അതിനാണ് വന്നിരിക്കുന്നത്. ഇത് ദൈവത്തിനറിയാം, അതാണ് കുഴപ്പം. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹം വിഷയത്തോടും വിശ്വാസം ദൈവത്തോടുമായിട്ടാണ് ഇപ്പോൾ മറിഞ്ഞു കിടക്കേണ്ട ഈ സംഭവം. അതൊന്ന് തിരിച്ചിടണം. എന്ത് ചെയ്യണം? ഇവിടെ വരുമ്പോൾ സ്നേഹം ദൈവത്തോടായിരിക്കണം. ഇപ്പം സ്നേഹം എന്താണ്? ഒരു കുഞ്ഞുണ്ടായിരുന്നു, എത്ര പേർക്ക് കുഞ്ഞുണ്ട് കർത്താവ്, എനിക്ക് മാത്രം കുഞ്ഞില്ലെന്ന് പറയും. ഇതല്ലേ ഈ അപരാധിയല്ലേ പറയണത് മക്കളില്ലാത്തവർ. ഈ ടിജിയുടെ ഒരു സാക്ഷ്യത്തിൽ എന്താ പറയണമെന്ന് അറിയാമോ? ടിജി എന്ന് പറയണത് ടിജിയുടെ ഭർത്താവ് ജസ്റ്റോടെ അനിയൻ സംസാരിക്കത്തില്ല. ജസ്റ്റോടെ അനിയൻ സംസാരിക്കത്തില്ല. ആ അനിയൻ്റെ വൈഫിനെ അവർ സംസാരിക്കാത്ത കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന ജീവിത പങ്കാളിയും സംസാരിക്കുന്നത്. ഇവർ രണ്ടുപേർക്കും കേൾക്കാനും പാടില്ല, സംസാരിക്കാനും പാടില്ല. കേൾക്കാനും പാടില്ല. അത് ഈ ടിജിയുടെ അനിയന്, ഭർത്താവിൻ്റെ അനിയന് സംസാരിക്കാനും പാടില്ല, കേൾക്കാനും പാടില്ല. അതുപോലെ തന്നെ ജീവിത അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അതുപോലെ ഒരാളാണ്.
അതുങ്ങൾക്ക് രണ്ടുപേർക്കും കേൾക്കാനും പാടില്ല, സംസാരിക്കാനും പാടില്ല. ഇത് സങ്കടമാണ്. ഇപ്പോൾ എന്താ പ്രശ്നിക്കുന്നത്? 8 കൊല്ലമായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളുമില്ല. അപ്പോൾ ടിജിയും ഹസ്ബൻഡും വിചാരിച്ച് ഒന്നാമത്തെ അവരുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് സങ്കടമാണ്. പിന്നെ ഒരു കുഞ്ഞങ്ങനെ കിട്ടിയെങ്കിൽ അവരതിൻ്റെ സന്തോഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവരോട് കൺവേ ചെയ്യാൻ പറ്റണില്ല. കാര്യം ഈ 8 കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല. അപ്പോഴാണ് പിന്നെ ഇവർ ഉടമ്പടിയെക്കുറിച്ച് അറിയണത്. അങ്ങനെ ടിജി ഹസ്ബൻഡ് വന്ന് ഉടമ്പടി എടുത്ത് അതെല്ലാം കേട്ട് അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തപ്പോൾ അവളുടെ നിയോഗത്തിൽ അവൾ പറഞ്ഞു, എൻ്റെ അനിയത്തിക്ക് കുഞ്ഞുങ്ങൾ വേണം കർത്താവ് എന്ന് പറഞ്ഞു. അവൾക്കതുപോലെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കാമല്ലോ, പക്ഷേ അവർക്ക് കേൾക്കാനും സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇവർക്ക് ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആര്? ടിജിയുടെ അനിയത്തിക്ക് അറിയത്തില്ല, ഭർത്താവിനും അറിയത്തില്ല. അവരെ ഉടമ്പടി പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ടിജി എന്ത് ചെയ്ത്, ടിജി ഈ ഉടമ്പടി തൈലം എടുത്തിട്ട് അവളുടെ വയറ്റിൽ അടിവയറ്റിൽ കുറിച്ചിട്ട് ഇടച്ചൻ പറഞ്ഞു, ഈശോ ഞാനീ കുറിച്ചിട്ട് എന്താണെന്ന് അറിയാമോ? അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറയും. ഇത് കമ്മ്യൂണിക്കേഷൻ പണം പോക്കുണ്ടില്ലേ? അങ്ങനെ ഇവർ ഉടമ്പടി തൈലം എല്ലാ ദിവസവും കുറിച്ച് വരക്കും. അവളുടെ വയറെല്ലാം കൊണ്ട് കുറിച്ചിട്ട് കൊടുക്കും. ഇവളുടെ വയറെല്ലാം കുറിച്ച് വരച്ചിട്ട് അത് അവളുടെ വിശ്വാസപ്രമാണം ചെല്ലിയാണ്. പക്ഷേ അവളുടെ വിശ്വാസപ്രമാണം ചെല്ലാൻ അവൾക്ക് അറിയത്തില്ല, സംസാരിക്കത്തില്ല, വിശ്വാസപ്രമാണം അറിയത്തുമില്ല. അതുകൊണ്ട് ആക്ടിവേഷനൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ടിജി എന്ത് ചെയ്യും, അവളുടെ വയറ്റെ കുറിച്ചിട്ട് വെച്ചും അതുപോലെ തന്നെ അനിയത്തിൻ്റെ വയറെല്ലാം കൊണ്ടൊരു കുറിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. ഒരു ദിവസം അവരുടെ വീട്ടിൽ മാതാവ് വന്ന് ഈ ഒക്ടോബർ മാസം. അപ്പോൾ അവർ ഉടമ്പടി ജീവിക്കുകയാണ്. ഉടമ്പടി ഞാനിവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടിക്കാർക്ക് ഒക്ടോബറും മെയ്യും പ്രധാനപ്പെട്ട മാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്നോട് കർത്താവ് ഒരു ദിവസം പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഓർക്കും അച്ഛൻ പറഞ്ഞു ഒക്ടോബറും മെയ്യും, അപ്പം പിന്നെ മറ്റു മാസങ്ങളെല്ലാം എന്ത് ചെയ്യും? എല്ലാ മാസവും ദൈവാനുഗ്രഹം ഉണ്ടാകും. പക്ഷേ ഇത് പ്രത്യേക ഒരു നല്ലൊരു മാസമാണ്. മാതാവിൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹമുള്ള മാസമായിട്ടാണ് അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം ആൾക്കാരോട് പറയും, കൃപാസനത്തിൽ എപ്പോഴും നല്ല വലിയ സംഭവം നടക്കുന്നത് മെയ് മാസത്തിലും ഒക്ടോബർ മാസത്തിലുമാണ്. പക്ഷേ വേറൊരു മാസം കൂടിയുണ്ട്, ആ മാസത്തിനും കൂടി ഞാൻ പറയത്തില്ല. അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. എന്താ അപ്പോഴേ ഇവളെന്ത് ചെയ്യുന്നറിയാമോ? ഇവൾ ഒക്ടോബർ മാസത്തിൽ ഉടമ്പടി എടുത്തിട്ട് അവൾ കൊണ്ടുപോയി ഈ തൈലം തേക്കും. അപ്പോൾ എന്നിട്ട് അമ്മയോട് പറയാം, അമ്മേ ഞാൻ നിൻ്റെ മാസത്തിലാണ് ഞാൻ തൈലം തേച്ചിരിക്കുന്നത്. അവൾക്ക് കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അത് അമ്മ തന്നതാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ ഭയങ്കര ഡയലോഗ് രസമാണ്. കാര്യം നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റും. ഇതുപോലെ ദൈവത്തോട് സംസാരിക്കണം മക്കളെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വൃത്തിയും മെനയോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സംസാരിക്കുന്ന ഒരു കുഴപ്പമുണ്ടാകത്തില്ല. അമ്മ അതെല്ലാം കേൾക്കുകയും ചെയ്യും. ഇപ്പോൾ എന്നാ പറ്റും, ഒരു ദിവസം അവരുടെ വീട്ടിൽ അതുപോലെ ഒക്ടോബർ മാസം ഉടമ്പടി എടുത്ത് ഒരു ദിവസം അവിടെ മാസം അവിടെ വീട്ടിൽ മാതാവ് വന്ന്, ഇടവകയിലൊക്കെ മാതാവിനെ കൊണ്ടുപോകത്തില്ലേ, ഒരു മാസത്തേക്ക് വെക്കത്തില്ല ഒരു വീട്ടിൽ. അപ്പോൾ അമ്മായിയമ്മ പറഞ്ഞു, മാതാവ് തിരിച്ചു പോകാൻ നേരത്ത് അമ്മായിയമ്മ പറഞ്ഞു, നിൻ്റെ വയറ്റിൽ ഇത് തേച്ചിരിക്കണമല്ലേ, മാതാവിനെ നീ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. മാതാവിന് ഇവളെടുത്ത് കൊടുക്കുകയും പെട്ടെന്ന് കറണ്ടടിച്ച് രൂപത്തെ ഒന്ന് ശക്തി അടിച്ച്. അപ്പോഴുടനെ ഇങ്ങനെ അവൾ പറഞ്ഞു, ഇങ്ങനെ അടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് മറ്റവർക്ക് കാര്യമായി അവരോട് ടെസ്റ്റ് ചെയ്ത്, അപ്പോൾ അവൾ പ്രഗ്നൻ്റായി. മനസ്സിലായില്ലേ? ഇത് നമ്മളവർക്ക് ഇതൊന്ന് കേട്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ദൈവം അങ്ങനെ ജീവിക്കുക, ദൈവം ഇങ്ങനെ കൂടങ്ങ് ജീവിക്കുക. നമ്മളൊന്ന് ഒരു മിനിമം ഒരു സത്യസന്ധത കാണിച്ചാൽ മതി. നമ്മളിതൊരു അലംഭാവത്തോടെ കണ്ടിട്ടാണ് ദൈവത്തിന് ഭയങ്കര സങ്കടമാണ് നമ്മുടെ ഉടമ്പടിയെ. കാര്യം ദൈവത്തിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഈ സത്യക്കേടുള്ള സ്ഥലത്ത് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ഈ ഊട്ട കൊണ്ട് കണ്ണടച്ച് ഇരുട്ട് കൊണ്ട് ഊട്ടടക്കുകയൊക്കെ ചെയ്ത് ഉടമ്പടി ഒപ്പിക്കത്തില്ലേ? അങ്ങനെ ഒപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റും ദൈവത്തിന്. കാരണം നമ്മുടെ സത്യക്കേടുണ്ടല്ലോ, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇന്നലെ ഞാൻ കുറേ പേരെ പറഞ്ഞു വിട്ട്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വല്യമ്മ എനിക്ക് ഒരു ജപ്തിയാണെന്നും പറഞ്ഞ് അവിടെ നിന്നൊരു ചീട്ട് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത്, ഞാനിപ്പോൾ ഇവിടെ വന്നാൽ ഇപ്പോൾ അവിടുന്ന് ചീട്ട് കിട്ടിയാലും ഞാനിവിടെ ചെക്ക് ചെയ്യും. കാരണം ഫ്രോഡുകൾ വരാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ ആളെ നിർത്തിയിട്ടുണ്ട് ഇവിടെ. കാര്യം ഉടമ്പടിയാണ്, അത് സത്യസന്ധമായിരിക്കണം. സത്യത്തിലല്ലാത്ത ആൾക്കാരെ കയറരുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇത് 23 ഉടമ്പടിയാൻ പറ്റിയാണ്. ഇവർക്ക് എന്തോ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവർ
അച്ഛനെ കാണാൻ വേണ്ടി കൊണ്ടുവന്ന് പുതുക്കുകയാണ്. ഇവർക്ക് ഉടമ്പടി ഇല്ലവർ. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി കൊണ്ടുവന്ന് പുതുക്കിയിട്ട് അവരുടെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന്. അപ്പോൾ ജെട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്, ജപ്തി. പക്ഷേ ഈ ചേട്ടത്തി എൻ്റെ തരണം എന്താണ്? പാസ്പോർട്ട് പോരെ. അവിടെ ജപ്തി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തരണത് മകൻ്റെ പാസ്പോർട്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് ഒക്കണില്ല തമ്മിൽ. ഞാൻ ചേട്ടത്തി ഇത് കൂട്ടിയാൽ കൂടത്തില്ല, കാര്യം നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ കൂട്ടിയാലും കൂടത്തില്ല, അതുകൊണ്ട് വണ്ടി വിട്ടേക്കാൻ പറഞ്ഞു. മര്യാദയ്ക്ക് ഉടമ്പടി കറക്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അതായത് സീരിയസ് വിഷയമാണ്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ ഉടായ്പകൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നില്ല പോലും നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം ഇന്ന്, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോയാലുണ്ടല്ലോ നിങ്ങളെന്ത് വലിയൊരു ദൈവത്തിന് എന്തുമാത്രം നിങ്ങളെ അനുഗ്രഹിക്കാമെന്നറിയാവോ? നിങ്ങൾ സമ്മതിക്കുന്നതിൽ അനുഗ്രഹിക്കാൻ, അതിലെ കുഴപ്പം. നിങ്ങളുടെ കാലം നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ ദൈവത്തിന് അനുഗ്രഹിക്കും. കാര്യം ദൈവത്തെ ഇപ്പോൾ ഇവളുടെ കാര്യം ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം കമ്പനി എന്താ പറഞ്ഞത്? ഇപ്പോൾ അവൾ പ്രഗ്നൻ്റായി, അവൾ ആ കുഞ്ഞിനെയും കൊണ്ടാണ്, ആ കണ്ണും കാണാൻ ചെവിയും കേൾക്കാൻ പോലെ സംസാരിക്കാത്ത ചേച്ചി, ആ ഭർത്താവും ഈ ടിജിയും എല്ലാവരും കുഞ്ഞിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെ കുഞ്ഞിനെക്കുറിച്ച് ടിജി പറയണെന്തറിയാമോ? എന്നൊക്കെ അപ്പന് സംസാരിക്കാൻ പറ്റത്തില്ല, അപ്പന് കേൾക്കാനും പറ്റത്തില്ല, അമ്മയ്ക്കും കേൾക്കാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് തന്ന കുഞ്ഞിന് കേൾക്കുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാവുന്നു. അപ്പം ദൈവം തന്നു കഴിയുമ്പോൾ പിന്നെ ഒന്നും നോക്കത്തില്ല, അവിടെ മെറിറ്റും ഡീമെറിറ്റും ഒന്നും നോക്കത്തില്ല. അതാണ് എൻ്റെ വിഷയം. അപ്പം ദൈവത്തിന് സത്യസന്ധമായ ആൾക്കാരെ കിട്ടണം, വിശ്വസ്തതയുള്ള ആൾക്കാരെ കിട്ടണം. ഈ ഉടമ്പടി എന്ന സംവിധാനത്തിന് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് ജനങ്ങളെല്ലാം ഉടമ്പടിയുടെ സ്റ്റാൻഡേർഡിൽ വരാൻ വേണ്ടിയാണ്. ദൈവം, നിനക്കറിയാലോ, ദൈവം ഉടമ്പടിയെ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും ദൈവം ചെയ്യുന്ന ഒരേ ഒരു പരിപാടി ഉടമ്പടിയാണ്. അപ്പോൾ ഉടമ്പടി എന്തിനാണ് ഉടമ്പടി ചെയ്യണത്? ഈ നമ്മളെല്ലാവരും ഉടമ്പടിയുടെ സ്റ്റാൻഡേർഡിൽ വരണം. വിശുദ്ധീകരണത്തിന് ശക്തീകരണത്തിന് ഉടമ്പടിയുടെ സ്റ്റാൻഡേർഡിൽ വരണം. എന്നിട്ട് ദൈവത്തോട് ബയലാട്ടറായിട്ട് ഉഭയകക്ഷിയായിട്ട് ദൈവതിരുസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിക്കേഷന് ഒരു ബ്ലോക്കുമില്ല. ഇപ്പോൾ എന്താ ശിജി പറയണത്? കമ്പനിയിൽ വെസ് എന്ന് പറഞ്ഞ ആൾ, ആ കമ്പനിയാണ് ഇക്വാലൻ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ഈ 10ാം ക്ലാസ്സുകാരന് ഇവിടെ ഓട്ടോമൊബൈൽ എടുത്ത ആളിന് അവിടുത്തെ തുല്യതാ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അവിടുത്തെ കമ്പനി, വെസ് എന്ന കമ്പനിയാണ് കൊടുക്കേണ്ടത്. അവർ പറയും നിങ്ങൾക്ക് തരത്തിലെന്ന് പറയും. തരത്തിലെന്ന് പറയുമ്പോൾ ഈ ടിജിയുടെ ഹസ്ബൻഡ് പറയും, ദൈവമേ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതും കാശ് മുടക്കിയതും കഷ്ടപ്പെടാൻ തിരിച്ചു പോരേണ്ടി വരിക എന്ന് പറയുമ്പോൾ ടിജി പറയും, നോ അവർ കമ്പനി മാത്രമാണ്, കർത്താവല്ല. കർത്താവ് ആരാണ്? യേശുക്രിസ്തുവാണ് കർത്താവ്. വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം യേശു കർത്താവാണ് എന്ന് എന്ത് ചെയ്യണം? അധരം കൊണ്ട് ഏറ്റുപറയണം. പിന്നെ എന്ത് ചെയ്യണം? ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഭയങ്കര വിശ്വാസമാണ്. അതായത് ഹൃദയത്തിൽ വിശ്വസിക്കണത് എന്താണ്? മരിച്ച യേശുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ്. അപ്പം മരണപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും പുനർജീവിക്കുന്നതിന് വേണ്ടി എന്താണ് ഉള്ളത്? വിശ്വാസമാണുള്ളത്. അതെന്താണ്? ഒരു വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, യേശുവിനാണ് വിശ്വസിക്കുന്നത്. യേശു ആരാണെന്നാണ് വിശ്വസിക്കുന്നത്? യേശു കർത്താവാണെന്ന്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷ എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കണം, രക്ഷ എന്ന് പറയുന്നത് ഒരു സംവിധാനമോ ഒരു ആശയമോ ഒന്നുമല്ല, ഒരു പേഴ്സണാണ് രക്ഷ. അതായത് എല്ലാ വിഷയങ്ങളിലും ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ആൻസർ എന്ന് പറയുന്നതിൻ്റെ കാരണം ഈശോ എന്താ പറയണത്? ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കണം. എന്താ കാരണം? ഒരാശയം ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്നല്ല, മറിച്ച് ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഇത് എപ്പോഴും ഈ റോമ 10:9 എപ്പോഴും മനസ്സിൽ കുറിച്ചിട്ടേക്കണം. ഇതിൻ്റെ ബ്രോഡർ ഫോമിലാണ്, ആക്ടിവേഷനിലാണ് ഞാൻ നിങ്ങൾക്ക് വിശ്വാസ പ്രമാണം പറഞ്ഞു തരണത്, അല്ലേ?
അപ്പം യേശു കർത്താവാണെന്ന് നമ്മൾ അധരം കൊണ്ട് ഏറ്റു പറയണം. ഏറ്റുപറച്ചിൽ എപ്പോഴും ഏറ്റു പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്നതിന് പ്രാർത്ഥനയെന്ന് പറയും, പ്രഖ്യാപനം എന്ന് പറയും. പിന്നെ യേശു കർത്താവാണെന്ന് നമുക്ക് പ്രഖ്യാപനം ഏറ്റുപറച്ചിലാകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്നതിൻ്റെ ഒരു ഭാഗം എന്താണ്? പ്രാർത്ഥനയാണ്. പിന്നെ എന്താണ്? പ്രഖ്യാപനം തന്നെ. അതുപോലെ തന്നെ ഏറ്റു പറയുന്നതിൻ്റെ മറ്റൊരു ഭാഗം എന്താണ്? അത് പരസ്യ പ്രഖ്യാപനമാണ്. ഏറ്റു പറയണത് എങ്ങനെയാണ്? ഏറ്റു പറയണ വീട്ടിൽ ഇരുന്ന് ഏറ്റു പറയാൻ പറ്റത്തില്ല, അതിന് 10 മനുഷ്യരുണ്ടാകണം. നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ രഹസ്യ പ്രാർത്ഥനയില്ല വീട്ടിൽ ഇരുന്നുള്ള, അതിനൊക്കെ മാർക്ക് കുറഞ്ഞു പോണ കാര്യം. പ്രാർത്ഥന ഏറ്റുപറച്ചിലാണ്. ബൈബിളിൽ ഏറ്റു പറയണമെങ്കിൽ എന്ത് ചെയ്യണം? 10 മനുഷ്യർ വേറെ ഉണ്ടാകണം. അതാണ് സമൂഹ പ്രാർത്ഥനയ്ക്കുള്ള ഗുണം. ഇപ്പം മെൻ്റൽ പ്രയർ, സ്വകാര്യ പ്രാർത്ഥനയൊക്കെ പറഞ്ഞാലും അത് വെള്ളിയാണെങ്കിൽ സമൂഹ പ്രാർത്ഥന ഗോൾഡാകണതിൻ്റെ കാരണം ഏറ്റുപറച്ച് സമൂഹപരമായത് കൊണ്ടാണ്. എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ എടുത്ത് വചനെടുത്ത് ശ്രുതികട്ടെ ഹല്ലേലൂയ. മത്തായി 10:32. മത്തായി 10:32. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. എൻ്റെ അടുത്ത് എന്താണ്? ഈ പ്രാർത്ഥന അങ്ങോളം എത്തുമെന്നാണ് പറയണത്. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് യൂട്ടേൺ അടിക്കും സാധനം. മനുഷ്യരുടെ മുമ്പിലാണ് നിങ്ങൾ ഏറ്റു പറയണമെന്നുണ്ടെങ്കിൽ അതാണ് കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള ഗുണം. അതാണ് കുടുംബ പ്രാർത്ഥന. എന്താണ്? കൊച്ചും കുഞ്ഞും വരുന്നത്. ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു കുടുംബത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു അപ്പന് 10 മക്കൾ. അപ്പോൾ 10 മക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മൂത്ത മക്കളെ +2 പഠിക്കണത്. എല്ലാം ഒരു വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. എന്ത് രസമാണെങ്കിൽ എല്ലാം കൂടി ഇരിക്കും. അപ്പന് ഈ കുഞ്ഞുങ്ങളായിട്ടിരുന്ന് കളിക്കണം, കാണാൻ നല്ല രസമാണ്. നമുക്ക് ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ അതുപോലെ ഈ കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു സമൂഹപരമായ ഏറ്റുപറച്ചിലാണ്. നിങ്ങളവർക്ക് അവൻ വരണില്ല, ഇവൻ വരണില്ല, ഞാനില്ലാത്ത വിളിച്ച് മടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ മൂലക്ക് മാറി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കത്തില്ലേ? ഇല്ലേ? അത് ഒറ്റയ്ക്ക് പോലെ ഇരുന്ന് പ്രാർത്ഥിക്കണില്ലെങ്കിൽ, അങ്ങനെയുള്ള നരകം പിടിച്ച വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കെങ്കിലും പ്രാർത്ഥിക്കണില്ല എന്നുണ്ടെങ്കിൽ ദൈവം അതിന് തീയിടാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? വിശ്വാസം കൊടുത്തിട്ട് വിശ്വാസം കളഞ്ഞു കുളിച്ചതല്ലേ? ആരാണ്ട് വായി നോക്കികൾ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വാസം കളഞ്ഞു കുളിച്ചതല്ലേ? എൻ്റെ മക്കളെ, വിശ്വാസം കളഞ്ഞു കുളിക്കാൻ വേണ്ടി നിങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ട്. സഭയെ എതിർക്കുന്നവരും സഭയുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. ഭയങ്കര രസമല്ലേ? അപ്പം അതൊക്കെ നമുക്ക് അഭിമാനം തോന്നണം. ഇപ്പം ഞാനിപ്പോൾ എനിക്കതിൻ്റെ ഒരു 100 വീഡിയോ കൃപാസനത്തിനെതിരെ ഉണ്ട്. എന്താ കാര്യം? അപ്പം അതിന് അത്ര എതിരെ ഉണ്ടായിട്ടും നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം. കർത്താവ് എന്താ പറഞ്ഞ അവസാനം വന്നപ്പോൾ? പല പ്രശ്നങ്ങളുണ്ട്. യുദാസുണ്ട്, പീലാത്തോസുണ്ട്. കൂട്ടം നിൽക്കണ 10 ദിവസം തന്നെ ചില സമയത്ത് തള്ളിപ്പറയുന്നത് തോന്നണത്. മർക്കോസ് തുണിയില്ലാതെ ഓടും. അങ്ങനെ പരുവക്കേടാണ്. പക്ഷേ പരുവക്കേടാണെങ്കിലും അപ്പ സംഗതി എൻ്റെ ചുറ്റും പരുവക്കേടാണെങ്കിലും അപ്പ ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി. കൈയടിച്ച ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 17:4. ഇതാണ് നിങ്ങളുടെ നിലപാട്. എന്താണ് യോഹന്നാൻ 17:4? അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. അപ്പൊ അവനും ഇവനുമൊക്കെ എന്തെങ്കിലും വായി നോക്കികളും വലുതാക്കാത്തവന്മാരൊക്കെ എന്തൊക്കെ പറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക. അപ്പോൾ വളരെ സൈലൻസ് ആയിരിക്കണം. നിങ്ങൾ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാൻ ഇൻറ്റേർണൽ സൈലൻസ് വേണം. അല്ല കലപില താറാ കൊക്കണ പോലെ അവരങ്ങനെ പറഞ്ഞില്ല, അതങ്ങനെ പറഞ്ഞില്ല, അത് കേട്ടില്ല, ഇത് കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണാകുണ പറഞ്ഞിട്ട് കാര്യമില്ല. ബി സൈലൻറ്റ്. വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കൃത്യമായിട്ട് നല്ല ഫിനിഷിങ് ടൈമിൽ ലാൻഡ് ചെയ്യും. ആ പറയുന്ന കൗണ്ട് ഡൗണിൻ്റെ സമയത്ത് നമ്മൾ ലാൻഡ് ചെയ്യും. എന്താണ്? ഏൽപ്പിച്ച ജോലി പൂർത്തിയായിക്കൊണ്ട്. അപ്പം അതാണ് ഈ വിശ്വാസത്തിൻ്റെ വിജയം എന്ന് പറയണത്. അപ്പം അതുകൊണ്ട് എന്തെല്ലാം ഇപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പം നിങ്ങൾ കോളേജൊക്കെ ഇപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രൊഫസർ എന്ന് പറയുന്ന ഒരു അലവരാതിയുടെ മെയിൻ പരിപാടി ദൈവത്തിനെതിരെ സംസാരിക്കണതായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ കൊച്ചായിട്ട് ഫുൾ കൈയായിട്ട് ഇരിക്കണം, അവിടെ മുമ്പിക്കാരിയിരിക്കുകയും. അപ്പോൾ കൂട്ടുകാർക്ക് പുറയും തോണ്ടും. അവനൊക്കെ പലരും യുക്തിവാദികളുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന കൂട്ടുകാരുണ്ടായിരുന്നു. നമ്മൾ കേൾക്കണം അച്ഛൻ കൊച്ച കേൾക്കണം, ദൈവമില്ലടാന്ന് പറയും. ഞാനങ്ങനെ അപ്പോൾ എന്നോട് എടുത്താൽ വന്ന് ജോൺ പോളം പറഞ്ഞൊരു കൂട്ടുകാരുണ്ടായിരുന്നു. യവൻ വന്നും ചോദിക്കും, എടാ ജോസഫേ, ഈ 20-ാം നൂറ്റാണ്ടായിരുന്നു, 20-ാം നൂറ്റാണ്ട് വലിയൊരു അച്ഛനാകുവാടാന്ന് ചോദിക്കും. എന്നുവെച്ചാൽ അന്ന് പള്ളിയിൽ ആൾ 80 കാലഘട്ടങ്ങളിൽ പള്ളിയിൽ ആൾ കുറവായിരുന്നു. ഇപ്പോൾ ഇന്ന് നോക്കി പള്ളി നിറച്ച ആളല്ലേ, എല്ലാ പള്ളികളിലും ആളല്ലേ. ചിലർ പറഞ്ഞ് കോവിഡ് വരുമ്പോൾ എല്ലാ പള്ളികളും പൂട്ടുമെന്ന് പറഞ്ഞു. എവിടെ പൂട്ടാൻ?
എവിടെ ചെല്ലുമ്പോഴും ജനങ്ങൾ ആയിരങ്ങൾ ഇരമ്പി ആർത്ത് യേശുവിലേക്ക് പുതിയ പുതിയ ആൾക്കാർ വിശ്വസിച്ചുകൊണ്ട് വലിയ സാക്ഷ്യത്തോടെ വന്നിരിക്കുകയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം യേശുവേ നന്ദി. ഒരുമിച്ച് പാടാം. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം യേശുവിനെ, മഹത്വം മഹത്വം യേശുവിനെ, ഞങ്ങൾക്കുള്ള കർത്താവേ, ഞങ്ങൾക്കുള്ള കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ, ഞങ്ങൾക്കുള്ള കർത്താവേ, ഞങ്ങൾക്കുള്ള കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസർ ഞങ്ങൾ, കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസർ ഞങ്ങൾ, ബലഹീനരാകാം ഞങ്ങളെ ഉയർത്തി യേശുവിനാണ് മഹത്വം, ബലഹീനരാകാം ഞങ്ങളെ ഉയർത്തി യേശുവിനാണ് മഹത്വം, മഹത്വം മഹത്വം യേശുവിനെ, മഹത്വം മഹത്വം യേശുവിനെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥന തന്നെയും രണ്ട് തരമുണ്ട്, പ്രൈവറ്റും ഉണ്ട്, പബ്ലിക്കും ഉണ്ട്. പബ്ലിക് പ്രെയർ വളരെ സീരിയസ് ആണ്. പബ്ലിക് പ്രെയറിൻ്റെ അകത്ത് നിന്ന് ഏറ്റുപറച്ചിൽ മത്തായി 10:32 അനുസരിച്ചുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ. അപ്പോൾ അത് നമുക്ക് ഉറപ്പായി. കാര്യം എന്താണ്? 2 അഡ്രസ്സ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഈ സംഭവം എത്തും. നമ്മൾ ഏത് അഡ്രസ്സിലാണ് വെച്ചിരിക്കുന്നത് അവിടെ ഈ സംഭവം എത്തും. എന്തിനാണ് എത്തുന്നത്? മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞാൽ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളെ ഏറ്റു പറയും. അപ്പോൾ സാധനം അവിടെ എത്തുമെന്ന് ഉറപ്പായി. അതുകൊണ്ടാണ് നമ്മൾ ജപമാല റാലിയെല്ലാം പബ്ലിക് പ്രെയറാണ് അല്ലേ? ജപമാല റാലിയുടെ തോരാത്ത സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ വരണത്. ഇപ്പോൾ ഈ ടിജിയുടെ സാക്ഷ്യത്തിൽ പറയണേ, ഞാൻ ഇവിടെ ഉടമ്പടി, ഇവിടെ ജപമാല റാലിയുടെ ദിവസം ഞാൻ ഭർത്താവും ലീവ് എടുക്കും, എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം, അവിടെ വേറെ ആരുമില്ല ഞങ്ങളുടെ കൂടെ വരാനൊന്നും, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം കൊന്തയും ചൊല്ലി 12 കിലോമീറ്റർ, ഇവിടെ എത്ര കിലോമീറ്ററാണ് അച്ഛനും ആൾക്കാരും നടക്കുന്നത് അത്രയും കിലോമീറ്റർ ഞങ്ങൾ നടക്കുമെന്ന്. അവർ രണ്ടുപേരേ ഉള്ളൂ ജവഹർ റാലിയിൽ, ഭാര്യയും ഭർത്താവും മാത്രം. ഈ മഞ്ഞത്ത് അത് -നെഗറ്റീവ് നടക്കുകയാണ്, മഞ്ഞത്ത് നടന്ന് 20 കിലോമീറ്റർ 12 കിലോമീറ്റർ അവർ പരസ്യമായി ജപമാലയും ഇട്ടുകൊണ്ട്, ജപമാലയും കാണിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയുക. എൻ്റെ ദൈവാനുഭവത്തിന് ഒരു പഞ്ഞവുമില്ല, നമ്മൾ പഞ്ഞം ഉണ്ടാക്കുന്നതാണ്. എന്താ കാര്യം? നമ്മൾ ഇതുപോലൊന്നും നമ്മൾ വിടത്തില്ല. പലതും വിട്ടുപിടിച്ചിട്ട് ഇതൊരു സൈഡ് ലൈനിൽ ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കണ പോലെ ചേർത്ത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചെടുക്കാൻ നോക്കും ഈ ഉടമ്പടി. പക്ഷെ ഉടമ്പടി അങ്ങനെ ഒക്കത്തില്ല. കാര്യം ഉടമ്പടി ബൈലാറ്ററൽ എഗ്രിമെൻ്റ്. അത് കാരണം ദൈവത്തിനാണെങ്കിൽ എപ്പോഴും എൻ്റെ മക്കൾ ഒരു ആധ്യാത്മിക രഹസ്യം മനസ്സിലാക്കണം. അതായത് ഞാൻ മനസ്സിലാക്കിയ ഈശോയ്ക്ക് ഉള്ളൊരു കുഴപ്പമെന്ന് പറയണത് ഒന്നും മുതലാകത്തില്ല. അതാണ് പ്രശ്നം. ഒന്നും മുതലാകത്തില്ല. നമ്മൾ അത് ചെയ്ത് ഇത് ചെയ്ത് പറഞ്ഞാലൊന്നും കാര്യം. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നീ ഈശോനെ കുറിച്ച് നോക്കിക്കേ, ഇതാണ് അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവന് എന്ത് മുതലാകാനാണ്. അപ്പോൾ ഈശോ പറയും, ഞാൻ ചെയ്യാവുന്നവൻ്റെ മാക്സിമമാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും ചെയ്ത പാട്ടിൽ നമ്മളൊരു തിരി കത്തിച്ചത് കൊണ്ട്, ഒരു പൊതി ചോറ് കൊടുത്തതുകൊണ്ട് എന്താകാനാണ്? അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്ന ചോദ്യം, വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണത്? അതാണ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 5:47 സഹോദരങ്ങളെ മാത്രമേ കേട്ടോ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എപ്പോഴും ഉടമ്പടി ഫയറാകാൻ എപ്പോഴും നല്ലത് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനേക്കാൾ ഇരട്ടി ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറയുന്നതിൻ്റെ പകുതി എങ്ങനെ ചെയ്യാം. മലയാളി പ്രത്യേകിച്ച് അങ്ങനെയാണ്. മലയാളിയിലെ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് ചുരുക്കെടുത്തെന്ന് പറയത്തില്ലേ, എന്നാൽ ചുരുക്കി ചെയ്യാൻ നോക്കും. പറയണ പരിപാടിയെ എങ്ങനെ ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കും. നിയമപരമായിട്ട് ചെയ്തോന്ന് വെച്ചാൽ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യും. ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം കർത്താവിൻ്റെ മനസ്സിരിപ്പ് എന്താണ്? ഇത് സത്യസന്ധമാണെങ്കിൽ പറയുന്നതിൻ്റെ ഇരട്ടി. അതാണ് ഈശോ പറയുന്നത്, 1 മൈൽ പോകാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം?
2 മൈൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 5:41. മത്തായി 5:41. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. ഇതാണ് ദൈവത്തിൻ്റെ മനസ്സ്. എന്നിട്ട് പറയും ചോദിക്കുന്നവർക്ക് കൊടുക്കുക. എന്നിട്ട് പറഞ്ഞാൽ പിന്നീട് കർത്താവ് പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയാവോ? ചെയ്യേണ്ട കാര്യം എളുപ്പമാണ്, ഇത് പേടിക്കേണ്ട കാര്യമില്ല. കർത്താവെ കൂടുതൽ ചെയ്യാൻ വേണ്ടിയും നിനക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടിയും എനിക്ക് പ്രത്യേക കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പല പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എല്ലാം നിങ്ങളെ ഉടമ്പടിയിൽ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് മക്കൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അത് നിങ്ങൾ ആ മനുഷ്യന്മാരുടെ സ്വഭാവമാണ്, പ്രാർത്ഥിച്ചു പോകും. പക്ഷേ അതുകൊണ്ട് വർക്കൗട്ടായി ചെയ്യത്തില്ല. മനുഷ്യന്മാരുടെ സ്വഭാവമാണ്, പ്രാർത്ഥിച്ചു പോകും, പക്ഷേ അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടി കംപ്ലീറ്റ് യൂട്ടേണാണ്. നിങ്ങളുടെ വിഷയം നിങ്ങൾ എറിഞ്ഞ് കളയണം. ദൈവത്തിരുന്ന് ഡംപ് ചെയ്യണം നമ്മൾ കൊണ്ടുവന്ന്. ഇനി അത് കർത്താവ് നോക്കാൻ പറയുകയാണ്. ഞാൻ എന്തു ചെയ്യും? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കും. മനസ്സിലായില്ലേ? ആദ്യം ചെയ്യേണ്ട പ്രയോറിറ്റി അത്. ആ വാക്കുകൂടി എടുത്ത് 10:33 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. 6:33 ശ്രുതികട ഹല്ലേലൂയ. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളവയെല്ലാം എന്ന് പറയുമ്പോൾ കമ്പനിക്കാരൻ പറഞ്ഞ് നടക്കാതെ. ഇപ്പം തന്നെ ഈ ടിജിയുടെ അവസ്ഥ എന്താ അറിയാവോ? അവസാനം ഇവർ റിജക്റ്റ് ചെയ്ത കമ്പനി വെസ്സിലേക്ക് തന്നെ വീണ്ടും ഇവരുടെ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യും. ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുമ്പോൾ ടിജി എന്താ പറയണത്? കമ്പനിയല്ല കർത്താവ്, യേശുവാണ് കർത്താവ് എന്നല്ലേ അവൾ പറയണത്. അത് ഭർത്താവിനോട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവന്മാർ പോകാൻ പറ, അവനാണ് കർത്താവുണ്ട് എനിക്ക്. അവൻ പറയുമ്പോൾ ഞാൻ അനുസരിക്കും. ഇപ്പോൾ വീണ്ടും അവൾ സെൻഡ് ചെയ്യും. ഈ സംഭവം വീണ്ടും സെൻഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. അവന്മാർ ഇവരെ കോൾ ഫോർ ചെയ്യും, വരാൻ പറയുമ്പോൾ ആപ്ലിക്കേഷൻസ് ഇവർ വെരിഫൈ ചെയ്യും. അപ്പോൾ ഇവർ ഒരു ഉടക്ക് കണ്ടുപിടിക്കും. അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്വീകരിക്കും. എന്തിനുള്ള ആപ്ലിക്കേഷനാണ്? ഇക്വാലൻ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ള. ഇവിടുത്തെ മെക്കാനിസ്റ്റാണ്, കാനഡ മെക്കാനിസ്റ്റിൻ്റെ അവിടുത്തെ ഇക്വാലൻ്റ് തുല്യതാ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഉള്ള കമ്പനിയിൽ നിന്ന് എല്ലാ ആപ്ലിക്കേഷൻ സ്വീകരിക്കും. സ്വീകരിച്ച് കഴിയുമ്പോൾ അവരൊരു ഇതിൻ്റെ ഉടക്ക് കണ്ടുപിടിക്കും. എന്താ കാര്യം? ഈ ജസ്റ്റോ എന്ന് പറയുന്ന ടിജിയുടെ ഭർത്താവിന് എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിട്ടില്ല എൻ്റെ അകത്ത്. അപ്പുറം ഡേറ്റ് ഓഫ് ബർത്ത് വേണമെന്ന് പറയും. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു 5-5.5 പണിയാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ടിജി പറയുവേ, എൻ്റെ ഹസ്ബൻഡ് വീട്ടിലാണ് ജനിച്ചത്, അതുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇവർ ഗവൺമെൻറ് റെക്കോർഡിൽ ഇല്ലെന്ന് പറയും. സത്യമാണ്, ഗവൺമെൻറ് റെക്കോർഡിൽ ഇല്ലത് എന്ന് പറഞ്ഞ് ഇവൾ മെയിലേക്കും. അപ്പോൾ അവർ പറയും നിങ്ങളുടെ ഹസ്ബൻഡ് നാട്ടിലുള്ള വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് തരാൻ പറയും, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്. അപ്പോഴെന്നെ പ്രശ്നം സമയം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ക്രിസ്മസ് ലീവാണ്. ക്രിസ്മസ് ലീവ് തുടങ്ങാൻ അവർക്കറിയാം. ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് വരുമ്പോൾ അവർ പൂട്ടി പോകുമ്പോൾ അടുത്ത കൊല്ലമാവും, 24-25 ആവും. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. സമയം കുറവാണ്. ഇവർക്ക് ഭയങ്കര ടെൻഷനാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് വേണം. അത് എവിടെയാണ് കിടക്കണം? അത് പരീക്ഷാ ഭവനിൽ നിന്നാണ് കിട്ടുന്നത്. പരീക്ഷാ ഭവനിൽ നിന്ന് ട്രിവാൻഡ്രം പരീക്ഷാ ഭവനിൽ പോയി ഇവൻ്റെ പരീക്ഷാ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അത് സെൻഡ് ചെയ്യണം. സെൻഡ് ചെയ്യണ സമയത്ത് കാര്യം അതിന് എക്സ്പ്രസ് മെയിലിൽ സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 ദിവസമേ ഉള്ളൂ. അവർ ലീവ് അടിച്ച് പൂട്ടിപ്പോയാൽ പിന്നെ 1.5 മാസം കഴിഞ്ഞാൽ വരത്തുള്ളൂ. കാനഡയിലെ ക്രിസ്മസ് ഹോളിഡേയ്സ് തുടങ്ങുകയാണ്. അപ്പം അതുകൊണ്ട് 3 ദിവസത്തിനുള്ളിൽ പരീക്ഷാ ഭവനിൽ പോയി ഇത് കിട്ടാൻ തന്നെ എന്ത് പാടായിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിന് പോകണം. അവിടെ പോയാൽ ഈ സമയത്ത് എത്തത്തില്ല. അതുകൊണ്ടാണ് എക്സ്പ്രസ് മെയിൽ എന്ന് പറയുന്നത്. എക്സ്പ്രസ് മെയിലിൻ്റെ കാര്യം പരീക്ഷാ ഭവനിൽ ചെന്നപ്പോൾ ഇവൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ എക്സ്പ്രസ് മെയിൽ പറയും ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. DP അല്ല, എനിക്കറിയാം DP ഞാൻ പല പ്രാവശ്യം പോയിട്ടുള്ളതാണ്. അവിടെ ഇപ്പോൾ നമ്മുടെ അപ്പോയിൻമെൻറ്റ് തന്നെ അവരൊന്നും ചിലപ്പോൾ സമയത്ത് നമ്മുടെ കയ്യിൽ തരത്തില്ല. അവർ പറയും പോസ്റ്റിൽ വിടാമെന്ന് പറയും. പോസ്റ്റിൽ വിടാമെന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് മെയിലൊന്നും ചെയ്യത്തില്ല. അവർ നിയമമില്ല ചെയ്യാൻ. ഗവൺമെൻറ്റിൽ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ നിയമങ്ങളുണ്ട്. അവർ പറയും ചെയ്യത്തില്ലെന്ന് പറയും, എക്സ്പ്രസ് മെയിൽ പോകത്തില്ലെന്ന് പറയും. അപ്പോൾ ഇതോടുകൂടി കൊളാപ്സ് ആകും. ഇത്രയും നമ്മൾ അടുത്ത് ചുണ്ടോട് ചെന്ന് കപ്പിനും ചുണ്ടിനും എടുത്ത് തെറിച്ചു പോയാണ് സംഭവം. അപ്പോഴും ടിജി പറയും നോ, ഇത് അമ്മ ഓൺലൈനിലുണ്ട്, ഇത് കിട്ടും. അപ്പായോട് പറയും, അവളുടെ അപ്പനോട് പറയും, അല്ല ചെറുക്കൻ്റെ അപ്പനോട് പറയും, അപ്പ ചെന്ന് ചോദിച്ചിട്ട് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി പരീക്ഷാ ഭവനിൽ ഇടാൻ പറയും. അപ്പോൾ ഇയാൾക്ക് ഉടമ്പടി അറിയാൻ പാടില്ല, ആലപ്പുഴ അറിയാൻ പാടില്ല. അങ്ങനെ പറയണം. അങ്ങനെ രാഷ്ട്രീയ നേതാവാണ് പുള്ളി. ഇപ്പോൾ രാഷ്ട്രീയ നേതാവ് ഉപ്പ് കൊണ്ട് പരീക്ഷാ ഭവനിലൊക്കെ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ
അങ്ങനെ പറഞ്ഞ് ഇത് നോൺസെൻസാണ് ഈ പറഞ്ഞിരിക്കും. കാര്യം അപ്പം നേരെ ചൊവ്വേത് കിട്ടിയില്ലല്ലോ, മെറിറ്റിൽ വർക്ക് ചെയ്യലത്തില്ല ഇത്. കാര്യം ഉടമ്പടിയെക്കുറിച്ച് ടിജിക്ക് നല്ല അക്കാഡമിക് നോളജാണ്. അപ്പം ഇത് ഉടമ്പടി ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല. കാര്യം എന്താ, നിയമപരമായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്, മെറിറ്റിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്ത് വർക്ക് ചെയ്യും? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിനാണ് ഉപ്പിടുന്നത്. എന്താ വെച്ചാൽ എൻ്റെ കഴിവും നിയമത്തിൻ്റെ സാധ്യതയുമല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ സത്യം. ഉടനെ കിട്ടിയില്ലെങ്കിൽ മകൻ തിരിച്ചു പോരേണ്ടി വരികയല്ലേ. അപ്പം രാഷ്ട്രീയക്കാരനാണ്, നേതാവാണ്, ആ നേതാവിൻ്റെ സ്വാധീനത്തിൽ പാർട്ടിക്കാരെ പിടിച്ചുകൊണ്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അപ്പം പോയതെങ്കിലും 3 പ്രാവശ്യം പോയിട്ട് അപ്പനത് കിട്ടിയില്ല. അപ്പം ടിജി പറയും ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല, നിയമപരമായിട്ട് കിട്ടത്തെ സാധ്യതയില്ല, എക്സ്പ്രസ് മെയിൽ അവർക്കില്ല, അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് അപ്പ കൊണ്ടുപോയി ഉപ്പിട്, വിശ്വാസപ്രമാണം ചെല്ലാൻ പറയും. അപ്പോൾ അപ്പ കൊണ്ടുപോയി അല്ലെങ്കിൽ രക്ഷപ്പെടണ്ടേ, കൊണ്ടുപോയി ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. എന്നിട്ട് കയറി ചെന്ന് പറയും ഇത് എക്സ്പ്രസ് മെയിൽ വിട്ടില്ലെങ്കിൽ അവിടെ ജോലി പോകുമെന്ന് പറയുമ്പോൾ വിടാൻ സാറേ എന്ന് പറയും. അതിലുള്ള അവരപ്പം തന്നെ എക്സ്പ്രസ് മെയിൽ വിടും ഈ സാധനം. ഈ വർക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ചോദിക്കേ. ഓരോരോ കഷ്ടപ്പാടുകൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റുക, റസ്സിൽ ചെയ്ത് നിൽക്കാൻ വേണ്ടി മാത്രം ഉടമ്പടി സ്ട്രെങ്ത് ഉണ്ട് ഇവർക്ക്. അതാണ് വിഷയം. വിഷയങ്ങളുണ്ടാകും, പക്ഷേ അതിനേക്കാൾ ഇവർക്ക് ബലമുണ്ട്. ഇവർക്ക് വിഷയങ്ങൾ നമ്മളെ ബലഹീനമാക്കുന്നത് എന്താ കാര്യം? നമ്മളെ ബലം പിടിപ്പിക്കാനാണ്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അതാണ് സംഭവം. ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിനാണ് ഉപ്പിടുന്നത്. വിശ്വാസം അവിടെ എന്ത് ചെയ്യണേ? വിശ്വാസം പ്രാർത്ഥന അല്ലത്, വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം അവിടെ പ്രയോഗിക്കുകയാണ് നമ്മൾ ചെയ്യണത്. വിശ്വാസത്തിന് പ്രാർത്ഥനയുണ്ട്, വിശ്വാസത്തിന് പ്രഖ്യാപനമുണ്ട്. ഇപ്പം മഴയത്ത് നടന്നുകൊണ്ട് മഞ്ഞത്ത് നടന്നുകൊണ്ട് കൊന്തേരണ വിശ്വാസ പ്രഖ്യാപനമാണ്. ഉപ്പ് കൊണ്ടിട്ടിട്ട് വിശ്വാസപ്രമാണം ചെല്ലണത് എന്താണ്? വിശ്വാസ പ്രയോഗമാണ്. വിശ്വാസ പ്രയോഗം ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയതല്ല. വിശ്വാസ പ്രയോഗം ആദ്യം വരെ ഉള്ളതാണ്. നിങ്ങൾ രോഗിയാണെങ്കിൽ സഭയിലെ പുരോഹിതനെ വിളിക്കുക, അവൻ കൊണ്ടുവന്ന് തൈലം പ്രയോഗിച്ചുകൊണ്ട്. അതാണ് വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. യാക്കോബ് 5:14. യാക്കോബ് 5:14 വിശ്വാസ പ്രയോഗമാണ് ഇപ്പൊ സബ്ജക്റ്റ്. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ തൈലാഭിഷേകത്തിനാണ് പ്രയോഗം എന്ന് പറയുന്നത്, വിശ്വാസ പ്രയോഗം. അത് ബൈബിളിൽ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ തൈലാഭിഷേകമുണ്ട്. ഉപ്പൊക്കെ ഇടുന്നത് എന്താ? ദൈവത്തിൻ്റെ ഇതെല്ലാം ഇടുന്നത് എന്തിനാണ്? നമ്മുടെ പേരിലല്ല. എന്തിനാണ്? കർത്താവിൻ്റെ നാമത്തിലാണ്. കർത്താവിൻ്റെ നാമം അവിടെ ശക്തിപ്പെടുത്തുന്നത് എന്താണ്? കർത്താവിൻ്റെ നാമമാണ് ശക്തിപ്പെടുത്തുന്നത്. അതായത് നമുക്ക് ശരിക്കും വേണ്ടത് എന്താ? മനുഷ്യന് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് വേണ്ടത് ശ്രുതികട മക്കളെ യേശുസ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ദേവദാവേ നന്ദി, ദേവദാവേ മഹത്വം, ദേവദാവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന ശ്രീയേ ആരാധന. ദാനിയേൽ 10:18 എടുത്തേ. ദാനിയേൽ 10:18 ശ്രുതികട ഹല്ലേലൂയ. ആരാധന യേശുവേ ആരാധന. ദാനിയേൽ 10:18-19. മനുഷ്യരൂപത്തിലായിരുന്നവൻ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയാനാണ്.
ദാനിയേലിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ ശക്തി വരുന്ന പറയുകയാണ്. അതാണ് പ്രോസസ്സാണ് എല്ലായിടത്തും നടക്കുന്നത്. മനുഷ്യരൂപം ഉണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച് ശക്തി പകർന്നു. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ച ഞാൻ പറഞ്ഞു, പ്രഭോ സംസാരിച്ചാലും അങ്ങ് എന്നെ ശക്തനാക്കിയിരിക്കുന്നു. അതാണ് വചനം നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴും പറയണത് കേൾക്കുമ്പോഴും കേട്ടത് പ്രാവർത്തികമാക്കുമ്പോഴും എംപവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ. ഈ ഉടമ്പടി എന്ന് പറയുന്ന വചനം പ്രാവർത്തികമാക്കിക്കൊള്ളാമെന്ന് നമ്മൾ പറയണത്. അവൻ പറയണത് പോലെ ചെയ്തുകൊള്ളാൻ, ജീവിച്ചുകൊള്ളാമെന്നാണ് പറയണത്. അതുകൊണ്ടാണ് ടിജി പറയണത് ഉടമ്പടി എനിക്ക് ഒരു നടപടിക്രമമല്ല, പ്രത്യേകിച്ച് ജീവിത രീതിയാണെന്ന് പറയണം. ജീവിത രീതിയാണെന്ന് പറയണം. ഇപ്പം എന്നാ പറ്റിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്കറിയാം, കാനഡയിൽ ഉള്ളവർക്കറിയാം, ഇപ്പം PR കിട്ടാം. PR എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻസാണ്. ഈ കമ്പനി ജോലി കിട്ടിയാലും PR കിട്ടാൻ പാടാണ്. PR കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് പോരേണ്ടി വരും അവിടെ നിന്ന്. PR എന്ന് പറഞ്ഞാൽ പെർമനൻ്റ്, അവിടെ സ്ഥിരമായ താമസത്തിനുള്ള സർട്ടിഫിക്കറ്റാണ്. അത് കിട്ടാൻ പാടാണ്. ഇപ്പം എല്ലാം റിജക്ഷനാണ് വരുന്നത്, ഭയങ്കര റിജക്ഷനാണ്. അപ്പോൾ ടിജി എന്ത് ചെയ്യും? ടിജി അപ്പോഴും ഉടമ്പടി തൈലം എടുത്ത് പാസ്പോർട്ടിൽ തേച്ചിട്ട് വിശ്വപ്രമാണം ചൊല്ലും, ഇത് സെൻഡ് ചെയ്യും. അതാണ് ഉടമ്പടി. അവർ ആദ്യമേ പറഞ്ഞത്, എനിക്ക് ഉടമ്പടി ഒരു നടപടിക്രമമല്ല, മറിച്ച് ഒരു ഉടമ്പടി എനിക്ക് പാലിക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണ്. അത് അവരുടെ ഒരു ഇതാണ്, അനുഭവമാണ്. ഉടമ്പടി നിങ്ങളെ പലരും ചെയ്യണത് പാലിക്കുകയാണ് ചെയ്യണത്, അങ്ങനെയല്ല. ഉടമ്പടി ജീവിച്ച് മാറ്റുകയാണ്. എന്താണ്? ആ പാസ്പോർട്ടിൽ വിശ്വപ്രമാണം ചൊല്ലിയിട്ട് ഉടമ്പടി തേരം തേച്ചിട്ട് പാസ്പോർട്ട് സെൻഡ് ചെയ്യും ഗവൺമെൻറ്റിലേക്ക്. ഇപ്പോൾ എന്നാ പറ്റിക്കണമെന്ന് അറിയാം, ഒറ്റ ആഴ്ച കൊണ്ട് ഇവർക്ക് PR കിട്ടും. അപ്പോൾ ഇത് കേൾക്കുന്നത് കാനഡയിലുള്ള മറ്റു രാജ്യങ്ങളിലുള്ളവർ ഞെട്ടിപ്പോവും. കാര്യം അവർ 3 കൊല്ലമായിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്, 3 കൊല്ലമായിട്ട്. ഇതെന്ന് പറയണത്, ഉടമ്പടിയുടെ രീതി എന്ന് പറയണത്, നമ്മൾ സത്യസന്ധരാണെന്ന് ദൈവത്തിന് മനസ്സിലാക്കി കൊടുക്കണതാണ് ഇതിൻ്റെ റിസ്ക്. നമ്മൾ ഇതിനു വേണ്ടി ജീവിക്കാൻ വന്നതാണല്ല, വയറ്റിപ്പഴപ്പിന് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലും അനുഗ്രഹം അടിച്ചു മാറ്റാൻ വന്നതല്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വന്നതാണെന്ന് ഒരു നിമിഷമെങ്കിലും നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പിടികിട്ടിയാൽ പിന്നെ നിനക്ക് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.